ഹായ് മക്കളെ, എല്ലാ ക്ലാസ്സസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും എല്ലാം ചെയ്യുന്നതായിരിക്കും. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ള ടോപ്പിക്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളതാണ് വേവ്സ് അല്ലെങ്കിൽ വേവ് മോഷൻ എന്താണ്. എന്താ മക്കളെ വേവ് മോഷൻ എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഡിസ്റ്റർബൻസ് ട്രാവലിംഗ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ഒരു ഫോം ഓഫ് ഡിസ്റ്റർബൻസ്. വേവ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ ഫോം ഓഫ് ഡിസ്റ്റർബൻസ് ആണ്. അത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാ? വിത്തൗട്ട് ദ ട്രാൻസ്ലേറ്ററി മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ആ പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് മറ്റൊരു പോയിന്റിലോട്ട് അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ എന്തില്ല? ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ ട്രാൻസ്ലേറ്ററി മൂവ്മെന്റ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതായത് നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്യുകയാണ്, ഇതിന് എൻഡ് എ എൻഡ് ബി എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം പാർട്ടിക്കിൾസ്, സർഫസിൽ ഇവിടെ എല്ലാം കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറ്റത്തിരിക്കുന്ന പാർട്ടിക്കിൾ ഞാനൊരു ഡിസ്റ്റർബൻസ് കൊടുത്താൽ ഈ ഡിസ്റ്റർബൻസ് ഇവിടെ നിന്നും ഈ എൻഡ് വരെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. എങ്ങനെ? വിത്തൗട്ട് ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾസിന്റെ ഒന്നും തന്നെ ട്രാൻസ്ലേറ്ററി മൂവ്മെന്റ് ഇല്ലാതെ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് അടുത്ത എൻഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ആ പാറ്റേൺ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ്സ് അല്ലെങ്കിൽ വേവ് മോഷൻ എന്ന് പറയുന്നത്. എങ്കിൽ ഇവിടെ ഈ പാർട്ടിക്കിൾസിന്റെ ഒന്നും ട്രാൻസ്ലേറ്ററി മൂവ്മെന്റ് സംഭവിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് അടുത്ത പോയിന്റ് വരെ എത്തുന്നത്? അതെ, എനർജി ഈസ് ട്രാൻസ്ഫർഡ് ബൈ ദ പീരിയോഡിക് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ പാർട്ടിക്കിൾസും അവരുടെ മീൻ പൊസിഷൻ അബൌട്ട് ആയിട്ട് എന്ത് ചെയ്യും? ഒരു പീരിയോഡിക് മോഷൻ എക്സിക്യൂട്ട് അല്ലെങ്കിൽ അവരൊരു വൈബ്രേഷൻ എക്സിക്യൂട്ട് ചെയ്യും. ആ വൈബ്രേഷൻ തൊട്ടടുത്തിരിക്കുന്ന ആൾ കിട്ടും, തൊട്ടടുത്തിരിക്കുന്ന ആൾ കിട്ടും. അങ്ങനെ ഓരോ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ മൂലം ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് എങ്ങെത്തും? ഇപ്പുറത്തെ എൻഡ് വരെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അത്തരം മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് മോഷൻ. അപ്പൊ വേവ് മോഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ പാർട്ടിക്കിൾസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററി മൂവ്മെന്റ് ഒന്നും തന്നെ ഇല്ല. പകരം ആര് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ? ഇൻഫർമേഷൻ അല്ലെങ്കിൽ എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. അത്തരം മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് മോഷൻ. ഇനി വേവ് മോഷൻസ് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്ട്രിങ്. നമ്മളൊരു സ്ട്രിങ് എടുത്തിട്ട് അതിന്റെ ഒരു എൻഡിൽ ഒരു ജെർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വൈബ്രേഷൻസ് എന്തിന് എക്സാമ്പിൾ? വേവ് മോഷൻ എക്സാമ്പിൾ. വേവ്സ് ഇൻ വൺ ഡയമെൻഷനിലുള്ള വേവ് മോഷൻ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളൊരു സ്ട്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ്. ഇനി റിപ്പിൾസ് ഓൺ എ വാട്ടർ സർഫസ്. കാമായിട്ട് കിടക്കുന്ന ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു വാട്ടർ സർഫസിൽ നമ്മളൊരു കല്ലെടുത്ത് എറിയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും എന്ത് ഫോം ചെയ്യും? റിപ്പിൾസ് ഫോം ചെയ്യും. അല്ലെങ്കിൽ ആ എനർജി അവിടെ ഉണ്ടായ ഡിസ്റ്റർബൻസ് തൊട്ടടുത്ത പാർട്ടിക്കിൾസിലോട്ട് എന്ത് ചെയ്യപ്പെടും? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അതെന്തിന് എക്സാമ്പിളാ? ടു ഡയമെൻഷനിലുള്ള വേവ്സിന് എക്സാമ്പിളാ. ഇനി സൗണ്ട് പ്രൊപ്പഗേറ്റഡ് ഇൻ എയർ. എയറിൽ കൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? അതും ഒരു വേവ് മോഷൻ എക്സാമ്പിൾ. അത് വേവ്സ് ഇൻ 3 ഡയമെൻഷണൽ വേവ് മോഷൻ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? എയറിൽ കൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? എയർ പാർട്ടിക്കിൾസിൽ നമ്മൾ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുന്നു. അപ്പൊ അവരുടെ ഡെൻസിറ്റിക്ക് ടെമ്പറിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങനെ ആ ഡിസ്റ്റർബൻസ് തൊട്ടടുത്ത പാർട്ടിക്കിൾസിലോട്ട് തൊട്ടടുത്ത ലെയർ ഓഫ് എയറിൽ കൊടുക്കുന്നു. അങ്ങനെയാണ് എന്ത് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്? സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ് മക്കളെ? വേവ് മോഷന് എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് വേവ്സ്. അപ്പൊ വേവ് മോഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തെയാണ് വേവ്സ് എത്ര തരത്തിലുണ്ടെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും വേവ്സ് 2 തരത്തിലാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് മെക്കാനിക്കൽ, അടുത്തതെന്ന് പറയുന്നത് നോൺ മെക്കാനിക്കൽ. അപ്പൊ എന്താണ് മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ? ഒരു വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത്തരം വേവ്സിനെ നമ്മൾ എന്തെന്ന് പറയും? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. നമ്മുടെ സൗണ്ട് വേവ്, വാട്ടർ വേവ്, സീസ്മിക് വേവ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസാ? മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിൾസാ. അപ്പൊ ഒരു വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമുണ്ടെങ്കിൽ അത്തരം വേവ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. അപ്പൊ എന്താണ് മക്കളെ നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് വെച്ചാൽ? ഒരു വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല, അതിന് മീഡിയം നെസസറി അല്ല എന്നുണ്ടെങ്കിൽ അത്തരം വേവ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? നോൺ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. ഇനി വേറൊന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാ? ഒരു നോൺ മെക്കാനിക്കൽ വേവിന് എക്സാമ്പിളാ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് ആവശ്യമില്ല? ഒരു മീഡിയം ആവശ്യമില്ല. നമ്മുടെ ലൈറ്റ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾസ് ആണ്. അടുത്തെയാണ് മാറ്റർ വേവ്സ്. മാറ്റർ വേവ്സ് എന്ന് വെച്ചാൽ എന്താ? മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാറ്റർ വേവ്സ്. അതായത് മൂവിംഗ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇതുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. ഇനി ഈ മെക്കാനിക്കൽ വേവ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് നമ്മൾ പറഞ്ഞു വേവ്സ് എങ്ങനെയാ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്?
ഓരോ പാർട്ടിക്കിൾസും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ മീഡിയത്തിൽ ഓരോ പാർട്ടിക്കിൾസും അവരുടെ മീൻ പൊസിഷൻ അബൌട്ട് ആയിട്ട് ഒരു പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു എൻഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അടുത്ത എൻഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ആണല്ലോ. അപ്പം ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെയും ഡയറക്ഷന്റെയും അടിസ്ഥാനത്തിൽ, അത് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലാണ്, അതിന് നമ്മുടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, ഇതിന്റെ രണ്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മെക്കാനിക്കൽ വേവ്സിനെ തന്നെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. അതായത് നമ്മുടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് അവരുടെ മീൻ പൊസിഷൻ അബൌട്ടായിട്ട് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണ്. വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലും പാർട്ടിക്കിൾസ് വൈ ഡയറക്ഷൻ അബൌട്ടായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരം വേവ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയും. ഇനി നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, അവിടെ ഇരിക്കുന്ന ഓരോ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുന്നതും അതിന് പാരലൽ ആയിട്ട്, അതായത് ഇങ്ങനെയുള്ള ഒരു വൈബ്രേഷൻ ആണ് പാർട്ടിക്കിൾസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയായിരുന്നു? ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കേസിൽ നമ്മുടെ വേവ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ഓരോ പാർട്ടിക്കിൾസും എന്താണ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത് അവരുടെ മെയിൻ പൊസിഷൻ അബൌട്ടായിട്ട്. ഇങ്ങനെയുള്ള ഒരു വേവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കും? ട്രാൻസ്വേഴ്സ് വേവ്സ്. ഇനി ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഡയറക്ഷന് പാരലായിട്ടാണ് അവിടുത്തെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം വേവ്സിനെ എന്തെന്ന് പറയും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയും. ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. എന്താണ് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു, എന്താ? പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവ് എങ്ങനെയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. എവിടെയാ? ട്രാൻസ്വേഴ്സ് വേവ്സിൽ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെങ്കിലോ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവ് എങ്ങനെയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പാരലൽ ആയിട്ടായിരിക്കും അവിടുത്തെ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ട്രാൻസ്വേഴ്സ് വേവ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേരുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്നുണ്ടെങ്കിൽ ഒരു കംപ്രഷനും ഒരു റെയർ ഫ്രാക്ഷനും, ഒരു റെയർ ഫ്രാക്ഷനും കൂടെ ചേരുന്നത് ഇങ്ങനെ കംപ്രഷൻ റെയർ ഫ്രാക്ഷൻ ആ ഒരു പാറ്റേണിലായിരിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കംപ്രഷനും ഒരു റെയർ ഫ്രാക്ഷനും ചേരുന്നതായിരിക്കും ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്വേഴ്സ് വേവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോളറൈസ് ചെയ്യാൻ പറ്റും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ പോളറൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ മീഡിയം നെസസറി ആവണം എന്നില്ല. അതായത് നമ്മൾ മുന്നേ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ കേസ് പഠിച്ചില്ലേ? ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്തൊരു വേവാ? ഒരു ട്രാൻസ്വേഴ്സ് വേവാ. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്താവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. അപ്പൊ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആവുമ്പം അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യം ഉണ്ട് അല്ലെങ്കിൽ മീഡിയം ആവശ്യമാണ് എന്നുള്ള നിർബന്ധമില്ല. മീഡിയം ആവശ്യമില്ലാത്ത ആൾക്കാരും എന്തിലുണ്ട്? ട്രാൻസ്വേഴ്സ് വേവ്സിലുണ്ട്. അപ്പൊ മീഡിയം ഈസ് നോട്ട് നെസസറി ഫോർ ട്രാൻസ്വേഴ്സ് വേവ്സ്. ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കേസിൽ മീഡിയം എന്തല്ല? നെസസറി അല്ല. അപ്പൊ മീഡിയം ആവശ്യമില്ലാത്ത ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രിംഗിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് ഒക്കെ എന്തൊരു വേവ്സിന് എക്സാമ്പിൾ ആ? ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ട്രാൻസ്വേഴ്സ് വേവ്സ് കൂടുതലും നമ്മൾ സോളിഡ്സിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുന്നത്? ട്രാൻസ്വേഴ്സ് വേവ്സിനെ കാണാൻ പറ്റുന്നത്. ഇനി ലിക്വിഡ് സർഫസിലും ഇൻസൈഡ് ദ ലിക്വിഡ് അല്ല, ലിക്വിഡ് സർഫസിലും നമുക്ക് ആരെ കാണാം? ട്രാൻസ്വേഴ്സ് വേവ്സിനെ കാണാം. ഇനി അടുത്ത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ആവശ്യമാണ്? റിക്വയർസ് എ മീഡിയം ടു ട്രാവൽ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ കേസിൽ ഒരു മീഡിയം നെസസറി ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് നിർബന്ധമാണ്? മീഡിയം നിർബന്ധമാണ്. അത് എവിടെയാ? സോളിഡ്സില്, ലിക്വിഡ്സിലും ഗ്യാസസിലും ആരെ കാണാൻ പറ്റും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് നമുക്ക് സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യും. സൗണ്ട് വേവ് എന്തിന് എക്സാമ്പിൾ ആണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ആംഗിൾ ബിറ്റ്വീൻ പാർട്ടിക്കിൾ വെലോസിറ്റി ആൻഡ് വേവ് വെലോസിറ്റി ഇൻ എ ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എങ്ങനെയാണെന്ന് മക്കളെ നമ്മൾ പറഞ്ഞേ? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അതിന് ആ ഡയറക്ഷന്, വേവ് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയാണ് അവിടുത്തെ വേവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പാർട്ടിക്കിൾ വെലോസിറ്റിയും വേവ് വെലോസിറ്റിയും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വേവ് എങ്ങനെയാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആര് വൈബ്രേറ്റ് ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്കിടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 5/2 ആയിരിക്കും.
ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിനകത്ത് 2-3 ടേംസ് ഉണ്ട്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഓസിലേഷന്റെ കാര്യത്തിൽ പറഞ്ഞോണം തന്നെ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ദ മെയിൻ പൊസിഷൻ. നമ്മൾ പറഞ്ഞു ഇവിടെ വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന എങ്ങനെയാ, ആ മീഡിയത്തിലുള്ള ഓരോ പാർട്ടിക്കിൾസും അവരുടെ മെയിൻ പൊസിഷൻ എബോട്ടായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അവരുടെ മെയിൻ പൊസിഷൻ എബോട്ടായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആ വേവിന്റെ എന്തെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. അതായത് നമ്മളിങ്ങനെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ പോസിറ്റീവ്, ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ട്രഫ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അതായത് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മെയിൻ പൊസിഷൻ ആണ് എന്തെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. ഇനി ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താ, ഒരു കംപ്ലീറ്റ് വേവ് മോഷൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ആ വേവിന്റെ എന്തെന്ന് പറയുന്നത് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് വേവ് മോഷൻ അല്ലെങ്കിൽ ഒരു വേവ് മോഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു 1 കംപ്ലീറ്റ് വേവ് മോഷൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ അതിന്റെ എന്തെന്ന് പറയുന്നത് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ടി ഈസ് ഈക്വൽ ടു 2π/ω എന്നൊരു ഇക്വേഷൻ, ടി ഈസ് ഈക്വൽ ടു 2π/ω എന്നുള്ള ഇക്വേഷൻ ഓർക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ടി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച ഇക്വേഷൻ T/n, അതായത് n നമ്പർ ഓഫ് വേവ്സ് ടി ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും T/n ആയിരിക്കും. ഈ 2 ഇക്വേഷനും ഓർത്തോക്കാം. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഇനി അടുത്ത ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ, യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തു, യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനെയാണ് നമ്മൾ ആ വേവിന്റെ എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി ന്യൂ അല്ലെങ്കിൽ എഫ്. അപ്പൊ അവിടെ നമുക്ക് ടി ഈസ് ഈക്വൽ ടു ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി. അപ്പം 1/t എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ ഫ്രീക്വൻസി ന്യൂ ആയിരിക്കും. ആംഗുലാർ ഫ്രീക്വൻസി ആണ് എഴുതുന്നുണ്ടെങ്കിൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്നുള്ള ഇക്വേഷൻ വരും. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t എന്നുള്ള ഇക്വേഷൻ വരും. ഇനി അടുത്താണ് വേവ് ലെങ്ത്. വേവ് ലെങ്തിന് നമുക്ക് പല ഡെഫിനിഷൻസ് പറയാനായിട്ട് പറ്റും. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേവ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റുകൾക്ക് അല്ലെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ട്രഫുകൾക്ക്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ്, ഇതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയാം, വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറയാം. അപ്പൊ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ എങ്ങനെ പറയാം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ട്രഫ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരേ ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള 2 പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ വേവ് ലെങ്ത് ആയിരിക്കും. മനസ്സിലായതാണ് ഒരു വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത സ്പീഡ് ഓഫ് എ വേവ്, ഒരു വേവിന്റെ സ്പീഡ്, അതായത് യൂണിറ്റ് ടൈമിൽ സ്പീഡ് v എന്ന് പറയുന്നത് യൂണിറ്റ് ടൈമിൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറയുന്നത്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവിനകത്ത് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ടേം പറഞ്ഞു, ടൈം പീരീഡ് പറഞ്ഞു, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് എ വേവ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മെയിൻ പൊസിഷൻ എബോട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 1 വേവ് മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി അല്ലെങ്കിൽ ന്യൂ എന്താണ്, ഒരു യൂണിറ്റ് ടൈമിൽ എത്ര നമ്പർ ഓഫ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ട്രഫ് അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പോയിന്റ്സ് ഇൻ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഇനി സ്പീഡ് ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടൈമിൽ ഒരു വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിന്റെ എന്തെന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് ഈ സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ എഴുതാം. വെലോസിറ്റി v is equal to എന്താ മക്കളെ, ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ. അപ്പൊ വെലോസിറ്റി v is equal to യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. അപ്പൊ യൂണിറ്റ് ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 1 കംപ്ലീറ്റ് വേവ് മോഷൻ എടുക്കുന്ന ഡിസ്റ്റൻസ് എത്രയാ, ലാംഡ. അപ്പൊ ഡിസ്റ്റൻസ് എന്ത് വരും, ലാംഡ ബൈ ടൈം പീരീഡ്. 1 കംപ്ലീറ്റ് വേവ് മോഷൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ അതിന്റെ ടൈം പീരീഡ് ക്യാപിറ്റൽ ടി കൊണ്ടാണ് പറയുന്നത്. അപ്പൊ v is equal to λ/t എന്ന് വരത്തില്ലേ. അപ്പൊ v is equal to λ ഇൻറ്റു എങ്ങനെ എഴുതാം 1/t. ഈ 1/t എന്ന് പറയുന്ന റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. അപ്പൊ നമുക്ക് വിക്ക് എങ്ങനെ എഴുതാം, v is equal to ന്യൂ ലാംഡ, v is equal to ന്യൂ ലാംഡ, v is equal to ന്യൂ ലാംഡ, v is equal to ന്യൂ ലാംഡ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇതാണ് ഫ്രീക്വൻസിയും വേവ് ലെങ്തും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. ഫ്രീക്വൻസി ന്യൂ is equal to
വി ലാംഡ. ഇനി അടുത്താണ് സ്പീഡ് ഓഫ് എ വേവ്. ഓരോ കേസിലും അതായത് ട്രാൻസ്വേഴ്സ് വേവിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെയും ഓരോന്നിലുള്ള സ്പീഡിന്റെ ഇക്വേഷൻ നമ്മൾ പറയാൻ പോകും. അപ്പൊ ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് എവിടെ മാത്രമേ ഉള്ളൂ? സോളിഡ്സിൽ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലുള്ള ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ള. വി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആണ്. ടി എന്ന് പറയുന്നത് എന്താ? ടെൻഷൻ ആണ്. ആ സ്ട്രിങ്ങിൽ അനുഭവപ്പെടുന്ന ടെൻഷനെയാണ് നമ്മൾ ടി കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ ഇസ് ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അതിന്റെ മാസ് എം ആണ്, ലെങ്ത് എൽ ആണെന്നുണ്ടെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മ്യൂ എന്ന് പറയുന്നത്. അപ്പൊ വി ഇസ് ഈക്വൽ ടു ടി ബൈ മ്യൂ ആണ്. റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ആണ് ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലുള്ള ട്രാൻസ്വേഴ്സ് വേവിന്റെ എന്തിനുള്ള ഇക്വേഷൻ? സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. ഇനി അടുത്ത അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ഓൺ എ ടൗട്ട് സ്റ്റീൽ വയർ വിത്ത് എ വെലോസിറ്റി ന്യൂ വെൻ tension in it is 2.06 into 10 raised to 4 Newton. When the tension is changed to T, the velocity changed to V by 2. The value of T is close to. അതായത് നമുക്ക് V യുടെ ഇക്വേഷൻ അറിയാം. V എന്താ? V is equal to root of T by മ്യൂ ആണ്. ഇവിടെ നമ്മുടെ കയ്യിൽ നമുക്ക് ആരുടെയൊക്കെ റിലേഷനാ പറഞ്ഞിരിക്കുന്നത്? വെലോസിറ്റിയുടെയും ടെൻഷന്റെയും റിലേഷനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് വെലോസിറ്റിയും ടെൻഷനും തമ്മിലുള്ള റിലേഷൻ ചെയ്താൽ ഇക്വേഷൻ എന്തെന്ന് കിട്ടും? വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി എന്ന് കിട്ടും. ഇനി വെലോസിറ്റി വി ആയിരുന്ന സമയത്ത് ഉള്ള ടെൻഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാ? 2.06 into 10 raised to 4 ആണ്. ഇനി വെലോസിറ്റി വി ബൈ 2 ആയ സമയത്ത്, സ്പീഡ് വി ബൈ 2 ആയ സമയത്ത് ടെൻഷൻ എത്ര ആയിട്ട് മാറി എന്നാ പറഞ്ഞേ? ടി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ ടിയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടുന്നത്. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കുകയാണെങ്കിൽ 1/2 ചെയ്താൽ എന്ത് വരും? വി ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ v by 2 by second equation divided by first equation. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ v by 2 by v എന്ന് വരും. അപ്പം ഇൻറ്റു 1 by v വരും. അപ്പൊ വിയും വിയും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് 1 by v is equal to root of t by 2.06 into 10 raised to 4 എന്ന് വരും. അവിടെ നമുക്ക് 1 by 2 is equal to എങ്ങനെ കിട്ടും? root of t by 2.06 into 10 raised to 4. ഇനി നമുക്ക് ടി അല്ലേ വേണ്ടത്? അപ്പൊ സ്ക്വയർ റൂട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 1/4 is equal to t by 2.06 into 10 raised to 4. t is equal to 2.06 into 10 raised to 4 by 4 എന്ന് വരും. ഇതിനെ 4 വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 521 പിന്നെ 5 വരും. ഇപ്പം നമുക്ക് ഇവിടുന്ന് 0.515 എന്നാണ് കിട്ടുന്നത്. അപ്പൊ അതിന് നമുക്ക് 5.15 into 10 raised to എന്തെന്ന് എഴുതാം? 3. 5.15 into 10 raised to 3 ന്യൂട്ടൺ ആയിരിക്കും. അതായത് ഓപ്ഷൻ ബി ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടുന്ന് വിയും ടെൻഷനും തമ്മിലുള്ള, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയും ടെൻഷനും തമ്മിലുള്ള റിലേഷൻ എഴുതുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ സ്പീഡിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇനി അടുത്തെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ സ്പീഡിനുള്ള ഇക്വേഷൻ. ഒരു മെറ്റീരിയൽ മീഡിയത്തിൽ കൂടി ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to root of e by rho ആയിരിക്കും. where e is the modulus of elasticity and rho is the density. ഇനി നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് സോളിഡ്സിൽ കൂടെയും ലിക്വിഡ്സിൽ കൂടെയും ഗ്യാസസിൽ കൂടെയും ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പൊ ഓരോ കേസിലും നമ്മൾ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്. സോളിഡ്സിൽ കൂടാണ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിയുടെ ഇക്വേഷൻ എന്താ? v is equal to root of y by rho, where y എന്ന് പറയുന്നത് ആരാ? ഇവിടെ യങ്സ് മോഡുലസ് ആയിരിക്കും. ഇനി അടുത്ത ലിക്വിഡിൽ കൂടാണ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? v is equal to root of v by rho. ഈ v എന്ന് പറയുന്നത് ആരാ? ബൾക്ക് മോഡുലസ് ആണ്. മീഡിയത്തിന്റെ എന്താ? ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ്. ഇനി അടുത്ത ഗ്യാസസിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ, ഗേഷ്യസ് മീഡിയത്തിൽ കൂടാണ് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ v is equal to root p by rho, where p എന്ന് പറയുന്നത് ആരാ? പ്രഷർ ആണ്. പി എന്ന് പറയുന്നത് പ്രഷർ ആണ്. റോ എന്ന് പറയുന്നത് ആരാ? ഡെൻസിറ്റി ആണ്. പക്ഷെ ഈ ഇക്വേഷൻ നമ്മൾ ന്യൂട്ടൺസ് ഇക്വേഷൻ എന്നാ പറയുന്നത്. കാരണം ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത ആരാ? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത സമയത്ത് അസ്യൂം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഗ്യാഷ്യസ് മീഡിയത്തിൽ കൂടെ അല്ലെങ്കിൽ ഗ്യാസസിൽ കൂടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഐസോതെർമൽ പ്രോസസ് ആണെന്നാണ് ആര് പറഞ്ഞത്? ന്യൂട്ടൺ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എന്താ? v is equal to root of p by rho. പക്ഷെ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏകദേശം 281 മീറ്റർ പെർ സെക്കൻഡ് ഒക്കെയാണ്. പക്ഷെ എക്സ്പെരിമെന്റലി ഈ വാല്യൂ എന്ന് പറയുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റൽ വാല്യൂവും നമുക്ക് കിട്ടിയ തിയററ്റിക്കൽ വാല്യൂവും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതിനെ കറക്റ്റ് ചെയ്ത ആളാണ് ലാപ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ അവർ കറക്റ്റ് ചെയ്ത് എഴുതിയ ഇക്വേഷൻ ആണ് നമ്മൾ ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയും. അപ്പൊ ലാപ്ലേസ് പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒരു ഗേഷ്യസ്
ഗേഷ്യസ് മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ് ഐസോതെർമൽ അല്ല, പകരം ഒരു അഡേബാറ്റിക് പ്രോസസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്ത് അദ്ദേഹം ഈ ഇക്വേഷനെ ഒന്നും കൂടെ കറക്റ്റ് ചെയ്തു. ഇപ്പം ന്യൂട്ടൺ പറഞ്ഞത് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ബൈ റോ എന്നാണ്. പക്ഷെ ലാപ്ലേസ് ആ ഇക്വേഷനെ കറക്റ്റ് ചെയ്ത് എങ്ങനെ പറഞ്ഞു? വെലോസിറ്റിയുടെ കറക്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ആയിരിക്കും. വേർ ഗാമ എന്ന് പറയുന്നത് എന്താ? സി പി ബൈ സി വി, സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ബൈ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ഗാമ ഇസ് ഈക്വൽ ടു സി പി ബൈ സി വി. ഇപ്പം നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ആയിരിക്കും. ഈ ഇക്വേഷൻ നമ്മൾ ന്യൂട്ടൺ ലാപ്ലേസ് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്പീഡ് ഓഫ് എ സൗണ്ട്. അപ്പൊ സൗണ്ടിന്റെ സ്പീഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ വെലോസിറ്റിക്ക് എഴുതിയ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ആയിരുന്നു. ഇനി ഇതിനെ പ്രഷർ എങ്ങനെ അഫക്ട് ചെയ്യുന്നു നോക്കാം. നമുക്കറിയാം പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ? പി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 ബൈ വി, അല്ലെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇനി നമുക്കറിയാം ഡെൻസിറ്റി റോ ഇസ് ഈക്വൽ ടു എന്താ? മാസ് ബൈ വോളിയാണ്. അപ്പൊ വോളിയത്തിന് പകരം നമുക്ക് ആരെ കൊടുക്കാം? എം ബൈ റോ. അതായത് പി എം ബൈ റോ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ പി ബൈ റോ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് നമുക്ക് കിട്ടും. അതായത് പ്രഷർ കൂടിയാൽ ആരും കൂടും? ഡെൻസിറ്റിയും കൂടും. പ്രഷർ കുറഞ്ഞാൽ ഡെൻസിറ്റിയും കുറയും. അതായത് നമ്മുടെ പ്രഷറിന് ആരിൽ എഫക്റ്റ് ഒന്നുമില്ല, സ്പീഡ് ഓഫ് സൗണ്ടില് എഫക്റ്റ് ഒന്നുമില്ല. പ്രഷറിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്ന് പറയുന്ന സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ഇക്വേഷൻ ആരാ? ടെമ്പറേച്ചർ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? നമ്മുടെ ഇക്വേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇക്വേഷൻ റോ ഇസ് ഈക്വൽ ടു നമ്മൾ മാസ് ബൈ വോളിയം, അവിടെ നിന്ന് നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ പി വി ബൈ എം എന്ന് വരും. നമുക്ക് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, എൻ ഇസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ആർ ടി. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വരും? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി ബൈ എം എന്ന് വരും. അതായത് വി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടി. അതായത് ടെമ്പറേച്ചറും വെലോസിറ്റിയും തമ്മിലുള്ള സ്പീഡ് ഓഫ് സൗണ്ട് തമ്മിലുള്ള റിലേഷൻ എന്താ? ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. വിയും ടിയും തമ്മിലുള്ള റിലേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ കൂടിയാൽ ആരും കൂടും? ആ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയും കൂടും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ ആര് കുറയും? വെലോസിറ്റി കുറയും. ഇനി അടുത്താണ് എഫക്ട് ഓഫ് ഡെൻസിറ്റി. ഡെൻസിറ്റി എങ്ങനെ എഫക്ട് ചെയ്യുന്നു? നമ്മുടെ ഇക്വേഷനിൽ തന്നെ പറയാം വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ ആണ്. അതായത് റോയും വിയും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡെൻസിറ്റി കൂടിയാൽ വെലോസിറ്റി കുറയും, ഡെൻസിറ്റി കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. ഇനി അടുത്ത ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമിഡിറ്റി. അപ്പൊ നമ്മുടെ എയറിലെ വാട്ടർ കണ്ടന്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഹ്യൂമിഡിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ, വാട്ടർ കണ്ടന്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയും. അപ്പൊ ഡെൻസിറ്റി കുറയുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പം ഹ്യൂമിഡിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഹ്യൂമിഡിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് ഹ്യൂമിഡിറ്റി കുറയുന്ന സമയത്ത് ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ഡെൻസിറ്റി കൂടുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പൊ ഹ്യൂമിഡിറ്റി കുറയുകയാണെങ്കിൽ വെലോസിറ്റി കുറയും, ഹ്യൂമിഡിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി കൂടും. അവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി അടുത്ത നോക്കിക്കേ, ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറെന്റ് മീഡിയം ഈസ്. അതായത് സ്പീഡ് ഓഫ് സൗണ്ട് ഓരോ മീഡിയത്തിൽ എങ്ങനെയായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ പാർട്ടിക്കിൾസ് അടുത്തടുത്തിരിക്കുന്നിടത്തായിരിക്കും വേവ്സിന്റെ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സ്പീഡായിട്ട് നടക്കുന്നത്. അപ്പം സോളിഡ്സിലായിരിക്കും ആരുടെ സ്പീഡ് കൂടുതൽ? നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ സോളിഡ്സിലായിരിക്കും, അതിലും കുറവ് ലിക്വിഡ്സിലായിരിക്കും, ഏറ്റവും കുറവ് എവിടെയായിരിക്കും? എയറിലായിരിക്കും. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. കറക്റ്റ് ഓർഡർ ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഡിഫറെന്റ് മീഡിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് എവിടെയായിരിക്കും? സോളിഡ്സിലായിരിക്കും, അതിൽ കുറവ് ലിക്വിഡ്സിലായിരിക്കും, ഏറ്റവും കുറവ് എവിടെയായിരിക്കും? എയറിലായിരിക്കും. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. സൗണ്ടിന്റെ സ്പീഡ് എയറിലാണ് ഏറ്റവും കുറവ്, ഏറ്റവും കൂടുതൽ സോളിഡ്സിലായിരിക്കും. ഇനി അടുത്ത നോക്കിയത് സ്പീഡ് ഓഫ് സൗണ്ട് വേവിനെ ഫ്ലൂയിഡ് ഡിപ്പെൻസ് ഓൺ. ഫ്ലൂയിഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചെന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജനറൽ ഇക്വേഷൻ ആണെങ്കിൽ ബി ബൈ റോ എന്ന് എഴുതാം. വി ഇസ് ഈക്വൽ ടു ബി ബൈ റോ എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് പറഞ്ഞത് വെച്ചിട്ട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡെൻസിറ്റി ആയിട്ടുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ട്ലി ഓൺ ദ ഡെൻസിറ്റി ഓഫ് മീഡിയം, ഡയറക്ട്ലി ഓൺ ദ സ്ക്വയർ ഓഫ് ബൾക്ക് മോഡുലസ് ഓഫ് ദ മീഡിയം, ഇൻവേഴ്സ്ലി ഓൺ ദ സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി, ഇൻവേഴ്സ്ലി ഓൺ ദ സ്ക്വയർ റൂട്ട് ഓഫ് ബൾക്ക് മോഡുലസ് ഓഫ് ദ മീഡിയം. ഏതാ കറക്റ്റ്? വിയും റോയും തമ്മിലുള്ള റിലേഷൻ എന്താ? റൂട്ട് ഓഫ് 1 ബൈ റോ, അല്ലെങ്കിൽ വി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 ബൈ റൂട്ട് റോ എന്നാണ്. അതായത് ഡെൻസിറ്റിയുടെ സ്ക്വയർ റൂട്ടിന് എന്താ? വിയും സ്ക്വയർ റൂട്ട് ഓഫ് ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. മനസ്സിലായോ?
നമ്മൾ ഡയറക്റ്റ് പഠിച്ച റിലേഷനിൽ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ടു സോളിഡ് ബാർസ് ഹാവിംഗ് യങ്സ് മോഡുലസ് y1 ആൻഡ് y2 ഇൻ ദ റേഷ്യോ y1/y2 എന്ന് പറയുന്നത് y1/y2 എന്ന് പറയുന്നത് എത്രയാ 4 ആണ്, അല്ലെങ്കിൽ 4/1 ആണ്. If the bars are made up of materials with the same density, രണ്ടുപേരുടെയും ഡെൻസിറ്റി സെയിം ആണ്, ഡെൻസിറ്റി രണ്ടുപേരുടെയും സെയിം ആണ്, അങ്ങനെയാണെങ്കിൽ then the ratio of speed of longitudinal waves in the solid bar v1/v2 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് സോളിഡ്സിലുള്ള വിയുടെ ഇക്വേഷൻ അറിയാം, v is equal to root of എന്താ y by rho ആണ്. രണ്ടുപേരുടെയും റോ സെയിം ആണ്. അപ്പൊ v is directly proportional to root y. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, v1 is directly proportional to root y1, v2 is directly proportional to root y2. അപ്പൊ v1/v2 എന്ന് പറയുന്നത് എന്തെന്ന് വരും, is equal to root of y1/y2. ഇനി റൂട്ട് ഓഫ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് y1/y2 എന്ന് പറയുന്നത് എത്രയാണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, എത്രയാ 4/1. അപ്പൊ നമ്മൾ സ്ക്വയർ റൂട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ v1/v2 is equal to 2/1, അല്ലെങ്കിൽ എത്ര കിട്ടും, 2 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേ, നമ്മൾ പഠിച്ച ആ ഇക്വേഷൻസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനി അടുത്തെയാണ് പ്രോഗ്രസീവ് വേവ്. എന്താണ് പ്രോഗ്രസീവ് വേവ്? എന്താണ് മക്കളെ പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാല്, ഇറ്റ്സ് എ ഹാർമോണിക് വേവ് വിച്ച് അഡ്വാൻസസ് ത്രൂ എ മീഡിയം അൺഡാംപ്ഡ്, അൺഒബ്സ്ട്രക്റ്റഡ് ആൻഡ് നെവർ കം ബാക്ക് ടു ദി ഇനിഷ്യൽ പൊസിഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം വേവ് എന്ന് വെച്ചാൽ എന്ത്, വേവ് എങ്ങനെയാണ് ഒരു മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അവിടെ ഉള്ള പാർട്ടിക്കിൾസ് അവരുടെ മെയിൻ പൊസിഷൻ അബൌട്ടായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു പോയിന്റിൽ നിന്നും ആ ഡിസ്റ്റർബൻസ് അടുത്തൊരു പോയിന്റിലോട്ട് എത്തുന്നു. അങ്ങനെയാണല്ലോ വേവ് ഒരു മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സിമ്പിൾ ഹാർമോണിക്കലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേവ്സിനെ ഹാർമോണിക് വേവ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹാർമോണിക് വേവ് ഒരു മീഡിയത്തിൽ കൂടെ അൺഡാംഡ് ആയിട്ട്, അൺഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പൊക്കൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വേവിനെ നമുക്ക് എന്തെന്ന് പറയാം, പ്രോഗ്രസീവ് വേവ് എന്ന് പറയാം. നമുക്ക് പ്രോഗ്രസീവ് വേവിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ, നമുക്കൊരു പ്രോഗ്രസീവ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് വേവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താ, y of xt is equal to a sin kx minus omega t plus 5, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, y is equal to a sin kx plus omega t plus 5. ഇവിടെ y of xt എന്ന് പറയുന്നത് എന്താ, ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് ഓഫ് പൊസിഷൻ ആൻഡ് ടൈം. അതായത് നമ്മളൊരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് അവരുടെ പൊസിഷൻ അനുസരിച്ചും ടൈമിനനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് ഓഫ് പൊസിഷൻ ആൻഡ് ടൈം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെ വരും, a sin kx minus omega t plus 5. ഇവിടെ a എന്ന് പറയുന്ന ആരാ, ആംപ്ലിറ്റ്യൂഡ്. എന്താ മക്കളെ ആംപ്ലിറ്റ്യൂഡ്, നമ്മൾ പഠിച്ചതാ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ്. k എന്ന് പറഞ്ഞാൽ എന്താ, ആംഗുലാർ വേവ് നമ്പർ, അല്ലെങ്കിൽ നമ്മളതിനെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ആംഗുലാർ വേവ് നമ്പർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് k is equal to 2π/λ ആണ് ഇക്വേഷൻ. k is equal to 2π/λ എന്ന് പറയുന്നത് എന്താ, ആംഗുലാർ വേവ് നമ്പർ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഒമേഗ എന്ന് പറയുന്നത് എന്താ, ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ is equal to ഇക്വേഷൻ എന്താ, 2π/t. ഫൈ എന്ന് പറയുന്നത് എന്താ മക്കളെ, ഇനിഷ്യൽ ഫേസ് ആണ്. അതായത് t is equal to 0 ടൈമില് അതിന്റെ പൊസിഷനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് ഇനിഷ്യൽ ഫേസ്. ഫൈ എന്ന് പറയുന്നത് ഇനിഷ്യൽ ഫേസ്. ഇനി ഈ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് എന്താ, ഫേസ് ഓഫ് ദ വേവ് എന്നാണ്. അതായത് ആ വേവിന്റെ സ്റ്റേറ്റിനെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് എന്തെന്ന് പറയുന്നത് ഇത്രയും പോർഷൻ. കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദ വേവ്, ഫൈ എന്ന് പറയുന്നത് ഇനിഷ്യൽ ഫേസ് ആണ്, എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ ആണ്, വൈ ഓഫ് എക്സ് ടി അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ വേവ് ആണ്. അപ്പൊ വേവിനെ നമ്മൾ വേറൊരു ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഈ ഇക്വേഷൻ നോക്കിയിട്ട് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണെന്നുള്ളത് പറയാൻ പറ്റും. നോക്കിയാൽ നമ്മൾ വേവിന്റെ ഇക്വേഷൻ ഏത് എങ്ങനെയാ, y is equal to a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. y is equal to a sin kx പ്ലസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെ kx മൈനസ് ഒമേഗ ടി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ kxന്റെയും ഒമേഗ ടിയുടെയും സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആണ്. അതായത് കെ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഒമേഗ ടി നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ കെ എക്സ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒമേഗ ടി പോസിറ്റീവ് ആണ്. ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കെ എക്സിന്റെയും ഒമേഗ ടിയുടെയും സൈൻ സെയിം ആണ്. രണ്ടും കെ എക്സ് പോസിറ്റീവ് ആണ്, ഒമേഗ ടിയും പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ കെ എക്സ് നെഗറ്റീവ് ആണ്, ഒമേഗ ടിയും നെഗറ്റീവ് ആണ്. അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും.
അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നോക്കിയിട്ട് പറയാൻ പറ്റും നമ്മുടെ വേവ് ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇനി ഈ കെ എക്സ് എന്ന് പറയുന്നിടത്ത് എക്സിന്റെ സ്ഥാനത്ത് വൈ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ വൈ ആക്സിന് അബൌട്ട് ആയിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇസഡ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇസഡ് ആക്സിന് അബൌട്ട് ആയിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നോക്കി പറയാൻ പറ്റും ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഇക്വേഷനെ വേണമെങ്കിൽ y is equal to a sin kx minus omega t plus 5 അല്ലെന്നുണ്ടെങ്കിൽ y is equal to a sin omega t minus kx plus 5. ഈ രണ്ട് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്താലും ശരിയാണ്. എങ്ങനെയായിരിക്കും നമ്മുടെ വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്? പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് നമ്മുടെ ഈ വേവ് ഇക്വേഷനെ വേറൊരു രീതിയിലും റെപ്രസെന്റ് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ ഇക്വേഷൻ y is equal to a sin omega t minus kx എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. y is equal to a sin omega t minus kx എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ y is equal to a sin ഒമേഗയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2π by t എന്ന് കൊടുക്കാം. കെയുടെ വാല്യൂ എന്തായിരുന്നു? 2π by ലാംഡ. അപ്പൊ ഇത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2π by t into t മൈനസ് കെയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെയുടെ വാല്യൂ എന്താ? 2π by ലാംഡ into x എന്ന് കൊടുക്കാം. ഇനി രണ്ടിടത്തും നമ്മൾ 2π കോമൺ എടുക്കുകയാണെങ്കിൽ a sin 2π into t by t മൈനസ് x by ലാംഡ എന്ന് വരും. ആണല്ലോ. ഇനി നമ്മൾ രണ്ടിടത്തുനിന്ന് ഒരു ലാംഡയും കൂടെ കോമൺ എടുക്കുകയാണെങ്കിലോ y is equal to a sin 2π by ലാംഡ. ഇവിടെ ലാംഡ ഇല്ലാത്തതുകൊണ്ട് ന്യൂമറേറ്ററിൽ നമ്മൾ ഒരു ലാംഡ കൂടെ എഴുതണം. അപ്പൊ t by t into ലാംഡ മൈനസ് എക്സ് എന്ന് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ y is equal to a sin 2π by ലാംഡ into ലാംഡ by t into t minus x എന്ന് എഴുതാം. ഇനി നോക്കിയ മക്കളെ, ലാംഡ by t എന്ന് വെച്ചാൽ എന്താ? ഒരു വേവ് ഒരു യൂണിറ്റ് ടൈം പീരീഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ലാംഡ. അപ്പം യൂണിറ്റ് ടൈം പീരീഡ് ആണ് t. അപ്പം ഡിസ്റ്റൻസ് പെർ ടൈം എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആരെയാണ് കിട്ടുന്നത്? വെലോസിറ്റി v കിട്ടും. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? y is equal to a sin 2π by ലാംഡ into vt മൈനസ് എക്സ് എന്ന് എഴുതാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇക്വേഷനെ വേറൊരു രീതിയിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്താണ് പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. നമ്മളൊരു വേവിനെ കൺസിഡർ ചെയ്യുന്നു, ഒരു വേവ് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ 0, ഇവിടെ π/2, ഇവിടെ π, 3π/2, 2π. ഇനി ഇത്രയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇത് ട്രാവൽ ചെയ്യുന്ന ഒരു വൺ വേവ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ലാംഡയാണ്. അപ്പൊ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ലാംഡ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ 0. അപ്പൊ പാത്ത് ഡിഫറൻസ് എത്ര കിട്ടി? ലാംഡ എന്ന് കിട്ടി. നമ്മൾ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 2π മൈനസ് 0 എന്തെന്ന് കിട്ടും? 2π എന്ന് കിട്ടും. അതായത് അതിന്റെ പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസ് ലാംഡ ആവുന്ന സമയത്ത് ഫേസ് ഡിഫറൻസ് എത്ര മക്കളെ? 2π. പാത്ത് ഡിഫറൻസ് 1 ആണെങ്കിലോ ഫേസ് ഡിഫറൻസ് 2π by ലാംഡ. പാത്ത് ഡിഫറൻസ് 5 ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π by ലാംഡ into 5. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് ആകുമ്പോൾ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? 2π by ലാംഡ into ഡെൽറ്റ എക്സ്. നോക്കിക്കേ, 2π by ലാംഡ into പാത്ത് ഡിഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ഫേസ് ഡിഫറൻസിനെ കിട്ടും. അപ്പൊ ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ എന്താ? 2π by ലാംഡ into പാത്ത് ഡിഫറൻസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ഫേസ് ഡിഫറൻസിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മളിപ്പോ പഠിച്ച പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ? ദ ഡിസ്പ്ലേസ്മെന്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ഓഫ് എക്സ് ആൻഡ് ടൈം ഈസ് ഗിവൺ ബൈ y of xt is equal to a sin kx minus omega t plus 5. The range of possible values of y of xt if a is a positive constant is. അതായത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന് പറ്റുന്ന മാക്സിമം വാല്യൂസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ? ആംപ്ലിറ്റ്യൂഡ് a ആണ്. അപ്പൊ അതിന് പോസിബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂസ് ഏത് റേഞ്ചിന് ഇടയിലായിരിക്കും? മൈനസ് എയ്ക്കും പ്ലസ് എയ്ക്കും ഇടയിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇക്വേഷൻ ഓഫ് എ വേവ് ഈസ് ഗിവൺ ബൈ y is equal to 0.07 sin 12π x minus 300π t where x and y are in meter and t in second, then the correct option is. അതായത് നമുക്കൊരു വേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. വേവിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? a sin kx minus omega t ആണല്ലോ. അപ്പം ഇതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ട് എന്താ? y is equal to ഇവിടെ 0.007 ഉണ്ട്. 0.007 sin 12π x minus 300π t.
ആണല്ലോ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് ഓപ്ഷനിൽ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്, അതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ, ലാംഡ ഇസ് ഈക്വൽ ടു 1/6 മീറ്റർ. അതായത് ഈ വേവിന്റെ വേവ് ലെങ്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ, 1/6 മീറ്റർ ആണെന്നാ പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം ലാംഡയുടെ വാല്യൂ 1/6 ആണോ എന്ന് നോക്കിയേ. നമുക്ക് ഇവിടുന്ന് എങ്ങനെ ലാംഡ കണ്ടുപിടിക്കാം, കെയുടെ ഇക്വേഷൻ എന്തായിരുന്നു, കെ ഇസ് ഈക്വൽ ടു 2π ലാംഡ. അങ്ങനെയാണെങ്കിൽ ലാംഡ എന്ത് വരും, 2π/k. അപ്പൊ നമ്മുടെ ഇവിടെ ഇക്വേഷനിൽ കെയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നതായിരിക്കും കെയുടെ വാല്യൂ. അപ്പൊ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ, 12π. അപ്പൊ നമ്മൾ അത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും, ലാംഡ ഇസ് ഈക്വൽ ടു 2π/12π. പൈയും പൈയും ക്യാൻസൽ ആയിപ്പോയിട്ട് നമുക്ക് എത്ര കിട്ടും, 1/6 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്. വേവ് ലെങ്തിന്റെ വാല്യൂ എന്താ, 1/6 മീറ്റർ. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, എന്താ പറഞ്ഞേക്കുന്നത്, ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.07 മീറ്റർ ആണ്. നോക്കിക്കേ, ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആരാ, 0.007 അല്ലേ. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ എന്താ കറക്റ്റ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്തുവരും, ബോത്ത് എ ആൻഡ് ബി ആർ ദ correct option. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The equation of a wave is given by y is equal to 10 sin 2π/45t plus alpha. If the displacement is 5 cm at t is equal to 0, അതായത് t is equal to 0 ആവുന്ന സമയത്ത്, അതായത് നമ്മുടെ ഇനിഷ്യൽ ഫേസ് t is equal to 0 ആവുന്ന സമയത്ത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, 5 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫേസ് ആണ് നമുക്ക് വേണ്ടത്. എപ്പോൾ ഉള്ളത്, t is equal to 7.5 സെക്കൻഡിലെ ടോട്ടൽ ഫേസ്, അതായത് നമ്മൾ y is equal to a sin kx plus omega t അല്ലെങ്കിൽ kx minus omega t plus 5 എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും കൂടെ ചേരുന്നതായിരിക്കും നമ്മുടെ ടോട്ടൽ ഫേസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇനിഷ്യൽ ഫേസ്. അപ്പൊ നമുക്ക് ഈ ടോട്ടൽ ഫേസ് ഇത്രയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടി നമുക്ക് തന്നിട്ടുണ്ട് 7.5 സെക്കൻഡ് ആണ്. ആരും കൂടെ വേണം, ആൽഫയുടെ വാല്യൂ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടോട്ടൽ ഫേസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ടി is equal to 0 സെക്കൻഡിലെ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ തന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y is equal to 10 sin 2π/45t plus ആൽഫയാണ് നമ്മുടെ ഇക്വേഷൻ. അതിനകത്ത് t 0 ആവുന്ന സമയത്ത്, അതായത് ഈ ടേം 0 ആയി പോകുന്ന സമയത്ത് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, 5 ആണ്. അപ്പൊ 5 is equal to 10 sin ആൽഫ എന്ന് വരും. നമുക്ക് സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 5/10 അല്ലെങ്കിൽ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 1/2. അതായത് ആൽഫയുടെ വാല്യൂ എത്രയാ, 30 ഡിഗ്രി, അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 5/6 എന്ന് എഴുതാം. ആ വാല്യൂ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ടിയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആൽഫയുടെ വാല്യൂ കൂടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും, ടോട്ടൽ ഫേസ് കിട്ടും. ഇക്വേഷൻ എന്താ, 2π/45 ഇൻറ്റു ടി എന്ന് പറയുന്നത് എത്ര, 7.5. നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് 7.5 നമുക്ക് 15/2 എന്ന് എഴുതാം, പ്ലസ് 5/6. അപ്പൊ ഇത് 45 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് 5/3 പ്ലസ് 5/6 എന്ന് വരും. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്, 9π/18 അല്ലെങ്കിൽ 5/2 എന്ന് വരും, 5/2. അപ്പൊ ഏതാ ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ, the equation of a progressive wave is y is equal to a sin 10πx minus 11πt plus π/3. the wavelength of the wave is. ഒരു വേവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്, വേവ് ലെങ്തിനെയാണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് വേവ് ലെങ്തിനെ കാണാൻ നമുക്ക് ആരെ അറിയണം, കെ കണ്ടുപിടിച്ചാൽ മതി. കെ is equal to 2π/λ ആണ്. അവിടുത്തെ ലാംഡ is equal to നമുക്ക് എന്തെന്ന് എഴുതാം, 2π/k. അപ്പൊ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ ആരെ കാണാം, ലാംഡ കണ്ടുപിടിക്കാം. നോക്കിയേ, y is equal to a sin kx പ്ലസ് ഒമേഗ ടി പ്ലസ് 5 എന്നല്ലേടാ നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കെയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, 10π. അപ്പൊ ലാംഡ ഇസ് ഈക്വൽ ടു 2π/10 പൈ എന്ന് കിട്ടും. പൈയും പൈയും ക്യാൻസൽ ആയിപ്പോട്ട് 1/5 അല്ലെങ്കിൽ നമുക്ക് 0.2 യൂണിറ്റ് എന്ന് കിട്ടും. 0.2 യൂണിറ്റ്. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എ വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഹാവിംഗ് ഡിസ്പ്ലേസ്മെന്റ് അലോങ് y ഡയറക്ഷൻ 1 മീറ്റർ, വേവ് ലെങ്ത് 2π മീറ്റർ ആൻഡ് ഫ്രീക്വൻസി 1/π ഹെഡ്സ് ഈസ് റെപ്രസെന്റഡ് ബൈ. അതായത് നമുക്ക് ഒരു വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വേവ് ലെങ്തിന്റെ വാല്യൂ ലാംഡ തന്നിട്ടുണ്ട് 2π മീറ്റർ ആണെന്ന്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി ന്യൂ തന്നിട്ടുണ്ട് എത്രയാ, 1/π ഹെഡ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വേവിന്റെ ഇക്വേഷൻ ഏതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ വേവിന്റെ ഇക്വേഷൻ y is equal to a sin kx. നോക്കിക്കേ, kx പ്ലസ് ഒമേഗ ടി ആണോ അതോ kx മൈനസ് ഒമേഗ ടി ആണോ എടുക്കുന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാൻ തന്നിട്ടുണ്ട്. എന്താ, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ എങ്ങനെ എടുക്കണം, kx മൈനസ് ഒമേഗ ടി പ്ലസ് 5 എന്ന് വേണം നമ്മുടെ ഇക്വേഷൻ എടുക്കുക. ഇവിടെ ഫേസ് ഡിഫറൻസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എടുത്താൽ മതി, സിംപ്ലി a sin kx മൈനസ് ഒമേഗ ടി എന്ന് എടുത്താൽ മതി.
ഇനി എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1, y is equal to 1 sin. ഇനി അടുത്ത് കെയുടെ വാല്യൂ വേണം. ലാംഡ തന്നിട്ടുണ്ട്. ലാംഡ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എന്താ? കെ is equal to 2π by ലാംഡയാണ്. അപ്പൊ 2π by 2π is equal to എന്തെന്ന് വരും മക്കളെ? 1. അപ്പൊ ഇവിടെ കെയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് മാത്രം വരും. മൈനസ് ഒമേഗ. ഒമേഗ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആരെ തന്നിട്ടുണ്ട്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 by ടൈം പീരീഡ് അല്ലേ? അപ്പൊ 1 by ടൈം പീരീഡ് എന്ന് പറയുന്നത് 1 by π ആണ്. ഒമേഗ is equal to എന്താ? 2π by t. ഒമേഗ is equal to 2π by t, അതായത് 2π into 1 by t യുടെ വാല്യൂ എത്രയാ? 1 by π. അപ്പൊ പൈയും പൈയും ക്യാൻസൽ ആയിപ്പോട്ട് ഒമേഗയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് x മൈനസ് 2t എന്ന് കിട്ടും. അതായത് y is equal to sin x മൈനസ് 2t. എക്സ് മൈനസ് 2t. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്കൊരു ഇക്വേഷൻ തന്നാൽ നമ്മളത് പ്രോഗ്രസീവ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത്. നമ്മളിവിടെ ഇക്വേഷൻ പറഞ്ഞില്ലേ പ്രോഗ്രസീവ് വേവിന്റെ? നമ്മുടെ ഇക്വേഷനകത്ത് കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലെങ്കിൽ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നുള്ളൊരു ടേം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ടേം അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വേവ് എന്തായിരിക്കും? പ്രോഗ്രസീവ് വേവ് ആയിരിക്കും. ഇത് രണ്ടും ഉണ്ടായിട്ട്, അതായത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് കെ എക്സ് പ്ലസ് ഒമേഗ ടി അല്ലെങ്കിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ ഇക്വേഷനിൽ കാണണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻ എന്തൊരു വേവിന്റെ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റൂ, പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ആ വേവ് അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? y is equal to a sin ഒമേഗ ടി പ്ലസ് വൈ ആയിരുന്നു. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ നമ്മുടെ പാർട്ടിക്കിൾ അവിടെ ഇരുന്ന് ഓസിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ പ്രൊപ്പഗേഷൻ ഒന്നും തന്നെയല്ലേ. ഇവിടെ നമ്മുടെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് വേവ് എക്സ് ആക്സിസിന് അബൌട്ടായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ y is equal to a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. ഈ പ്രൊപ്പഗേഷൻ ഇല്ല, ഈ സാധനം 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? y is equal to a sin ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് തന്നെ നമ്മുടെ ഇക്വേഷൻ വരും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ ഇക്വേഷനകത്ത് കെ എക്സ് പ്ലസ് ഒമേഗ ടി അല്ലെങ്കിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നൊരു ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വേവ് എന്തൊരു വേവ് ആയിരിക്കും? പ്രോഗ്രസീവ് വേവ് ആയിരിക്കും. ആ ഒരു കാര്യം ഓർത്തിരിക്കണേ. അപ്പൊ നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്താണ് വേവ് വെലോസിറ്റി ആൻഡ് പാർട്ടിക്കിൾ വെലോസിറ്റി. അപ്പൊ നമ്മൾ പാർട്ടിക്കിൾ വെലോസിറ്റി അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതി. y of x t is equal to എന്തായിരുന്നു? a sin ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്യുമ്പോൾ എന്ത് വരും? d by dt ഓഫ് a sin ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് വരും. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് എന്തൊരു മക്കളെ? എ ഇൻറ്റു സൈൻ്റെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് ഇൻറ്റു ആരുടെ ഡെറിവേറ്റീവ് കൂടെ എടുക്കണം? ഒമേഗ ടിയുടെ. അപ്പൊ ഒമേഗ അപ്പൊ മൈനസ് ഇസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ് എന്ന് വരും. നമ്മുടെ പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എ ഒമേഗ ആയിരിക്കും. ഇനി അടുത്ത വേവ് വെലോസിറ്റി നോക്കാം. വേവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ, വേവ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു, വേവ് വെലോസിറ്റി എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ടി ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ടി ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ്. അപ്പം വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? കോഎഫിഷ്യന്റ് ഓഫ് ടി എന്ന് പറയുന്നത് ഒമേഗ ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്താ? കെ. അപ്പൊ വി ഇസ് ഈക്വൽ ടു നമുക്ക് വേവ് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു എന്താ കിട്ടും? വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഇത് നമ്മൾ പഠിച്ച അല്ലാത്ത ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കണേ. നമുക്ക് അവിടുന്ന് ഏതെങ്കിലും ഒരു വേവിന്റെ ഇക്വേഷൻ ഒക്കെ തന്നിട്ട് അവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ ആയിരിക്കും എടുക്കേണ്ടത്? വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. അതായത് നമുക്ക് വേവ് ഇക്വേഷൻ നമ്മൾ പഠിച്ച y ഇസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് വൈ എന്നൊക്കെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്നും ആ വേവിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ എഴുതിയ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് വി ഇസ് ഈക്വൽ ടു നമ്മള് ലാംഡ ബൈ ടി എന്നൊരു ഇക്വേഷൻ അല്ലേ ആദ്യം പഠിച്ചത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. വി ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ടിയുടെ ഇക്വേഷൻ എന്താ? 2π by ഒമേഗ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ വരും? വി ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഒമേഗ ബൈ 2π എന്ന് വരും. ഇനി കെ ഇസ് ഈക്വൽ ടു 2π by ലാംഡ അല്ലേ. അപ്പൊ നമുക്ക് ലാംഡ ബൈ 2π എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം? 1 by k. അപ്പൊ വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ വേവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണ്. ഇനി അടുത്താണ് ഇന്റൻസിറ്റി ഓഫ് എ വേവ്. ഒരു വേവിന്റെ ഇന്റൻസിറ്റി, അതായത് നമ്മൾ പറഞ്ഞു വേവ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ പാർട്ടിക്കിൾസിന്റെ ആക്ച്വൽ മൂവ്മെന്റ് ഇല്ല, പക്ഷെ അവിടെ എനർജി അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ എമൗണ്ട് ഓഫ് എനർജി പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റൻസിറ്റി ഓഫ് എ വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ വരും? എമൗണ്ട് ഓഫ് എനർജി പാസിംഗ് യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, ഇ ബൈ എ ടി. ഇനി നമുക്ക് ഇ ബൈ ടി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എനർജി പെർ
യൂണിറ്റ് ടൈം, എനർജി പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് എന്താ? പവർ. അപ്പൊ I is equal to നമുക്ക് ഏത് ഇക്വേഷൻ എഴുതാം? P/A. യൂണിറ്റ് പറയുകയാണെങ്കിൽ വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മുടെ സോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ഈ ഇന്റൻസിറ്റിക്ക് എന്ത് വേരിയേഷൻ സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. നമ്മളൊരു പോയിന്റ് സോഴ്സ് ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഒരു പോയിന്റ് സോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അതിന് ചുറ്റും ഒരു സ്പെറിക്കൽ സർഫസ് എടുക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുന്നു, അതിനകത്തോട് ഇങ്ങനെ എനർജി പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇവിടെ P എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ P എന്ന് പറയുന്ന എസിൽ നിന്ന് നമ്മുടെ സോഴ്സിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലെ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ I is equal to എന്തെന്ന് വരും? P/A. ഇപ്പൊ P/ ഏരിയ, അത് സ്പിയർ ആയതുകൊണ്ട് ഏരിയ എങ്ങനെ വരും? 4πr². ഇതിനകത്ത് 4π എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് അല്ലേ? അപ്പം I is equal to നമുക്ക് എങ്ങനെ എഴുതാം? I is directly proportional to 1/r². അതായത് നമ്മുടെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് R²ുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇനി നമ്മളൊരു ലീനിയർ സോഴ്സ് കൺസിഡർ ചെയ്യുക, കുറെ സോഴ്സുകൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലീനിയർ സോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലോ അതിന് ചുറ്റും ഒരു സിലിണ്ടറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുന്നു. അവിടെ ഐയുടെ ഇക്വേഷൻ നമുക്കറിയാം I is equal to എന്താ? P/A ആണ്. അപ്പൊ P/A ആവുമ്പോൾ P/ ഇവിടുത്തെ ഏരിയ, ഇവിടെ ഇങ്ങോട്ട് പോകുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടറിന്റെ ഏരിയ എന്താ? 2πRL. അപ്പൊ ഇവിടെ 2πയും R ഉം എല്ലാം L എല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ I is directly proportional to എന്തെന്ന് വരും? 1/R. അതായത് ഇവിടെ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് I എന്ത് ചെയ്യും? കുറയും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും I-യും R-ഉം തമ്മിലുള്ള റിലേഷൻ. മനസ്സിലായോ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് എന്തെന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. എന്താണ് മക്കളെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ? ഇത്രയും നേരം നമ്മൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരൊറ്റ വേവിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വേവ് ഒരു മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വേവ് ഇക്വേഷൻ എങ്ങനെയാണ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ, ഇതൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ടോ അതിൽ കൂടുതലോ വേവ്സ് ഒരു മീഡിയത്തിൽ കൂടെ ഒരേ സമയം പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ഈസ് ഈക്വൽ ടു ദ ആൾജിബ്രൈക് സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ്. അതായത് S1 എന്ന് പറയുന്ന ഒരു സോഴ്സ് ഞാൻ എടുക്കുന്നു, അവിടുന്ന് ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് Y1 ആണ്. ഇനി അടുത്ത S2 എന്ന് പറയുന്ന ഒരു സോഴ്സ്, അവിടുന്ന് ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് Y2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഇന്റർഫിയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അവരുടെ ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഓൾജിബ്രൈക് സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇനി അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. നമുക്ക് നോക്കിക്കേ, ഫസ്റ്റ് വേവ് Y1 ഇക്വേഷൻ ഞാൻ എഴുതി A sin kx മൈനസ് ഒമേഗ ടി. ഇനി അടുത്ത രണ്ടാമത്തെ വേവ് അവർക്കിടയിൽ ഒരു കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഫൈ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ A sin kx മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ പറഞ്ഞ എങ്ങനെയാ? നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് y ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് y1 ഓഫ് എക്സ് ടി പ്ലസ് y2 ഓഫ് എക്സ് ടിക്ക് ഈക്വൽ ആയിരിക്കും. y1 ഓഫ് എക്സ് ടി എത്രയായിരുന്നു? A sin kx മൈനസ് ഒമേഗ ടി പ്ലസ് A sin kx മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? സൈൻ എ പ്ലസ് സൈൻ ബി എന്നുള്ള ഫോമിൽ കിടക്കുമല്ലേ. ഏതാണ്ട് ഈ രണ്ട് ഇക്വേഷനിൽ നമുക്കൊരു എ കോമൺ എടുത്തൂടെ? പിന്നെ ബാലൻസ് ആരാ ഉള്ളത്? സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് 5. ഇവരെ രണ്ടുപേരെയും കൂടെ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം? സൈൻ ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? 2a cos 5 by 2 sin kx minus omega t plus 5 by 2. അതാണ്ട് ഈ കിടക്കുന്ന ആളെ കണ്ടോ? 2a cos 5 by 2. ഇതിനെയാടാ മക്കളെ നമുക്ക് ഇപ്പൊ കിട്ടിയ നമ്മുടെ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്താ? 2a cos 5 by 2. ഇനി നമ്മുടെ ഈ ഫൈയുടെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. നോക്കിയേ, രണ്ട് വേവ്സ്, ഒരു വേവ് ഞാൻ കൺസിഡർ ചെയ്യുന്നതുണ്ട്. ഒരു വേവ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഈ ഫേസിലാണ് പോകുന്നത്. ഇനി അടുത്ത വേവും ഇതേ ഡയറക്ഷനിൽ തന്നെ ആണ് ട്രാവൽ ചെയ്യുന്നത്. അടുത്തൊരു വേവും ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ആംപ്ലിറ്റ്യൂഡ് എ ആണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെ ഇന്റർഫിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആംപ്ലിറ്റ്യൂഡിന്റെ സം എ പ്ലസ് എ ഇസ് ഈക്വൽ ടു 2a ആയിരിക്കും എനിക്ക് കിട്ടുന്ന റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ സം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇതിനകത്ത് നമ്മുടെ ഇവർക്കിടയിലുള്ള ഇവിടെ നോക്കി ഇവർ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരേ ഫേസിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതായത് അവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് എത്രയാ? 0 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്താ? 2a cos 5 by 2 ആണ്. ഇതിനകത്ത് 5ക്ക് പകരം 0 വരുമ്പോൾ cos 0 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? cos 0 1 ആയി പോകും.
അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എ ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും 2a എന്ന് കിട്ടും. അതായത് നമ്മുടെ കോസിന്റെ മാക്സിമം വാല്യൂ ഒന്ന് 0 വരും. അപ്പൊ 0 വരുമ്പോഴത്തേക്ക് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എത്ര എന്ന് കിട്ടും 2a എന്ന് കിട്ടും. അതായത് ആ പോയിന്റിൽ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് നമ്മുടെ രണ്ട് വേവ്സിന്റെയും ആംപ്ലിറ്റ്യൂഡ് എ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ആംപ്ലിറ്റ്യൂഡുകളുടെ സം 2aക്ക് ഈക്വൽ ആയിരിക്കും. ഇനി ഇവർക്കിടയിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഒരാൾ ഇങ്ങനെയാണ് നോക്കിക്കേ, ഒരാൾ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, അടുത്ത വേവ് ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വെച്ചു. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ എന്തുണ്ട്, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് നമ്മുടെ ഇവിടെ ഈ ഇക്വേഷനകത്ത് ചെയ്താൽ മതി. ഈ ഇക്വേഷനകത്ത് നമുക്ക് ഇവർക്കിടയിൽ ഒരു ഫേസ് ഡിഫറൻസ് പൈ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈയുടെ വാല്യൂ പൈ കൊടുക്കുമ്പോഴത്തേക്ക് കോസ് 90 0 ആയിപ്പോ. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എ ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും 0 എന്ന് കിട്ടും. മനസ്സിലായോ? ഇതാണ് രണ്ട് കേസ്. അതായത് നമ്മുടെ കോസിന്റെ വാല്യൂ 0 ആകുമ്പോൾ, അതായത് അവർ രണ്ടുപേരും ഇൻ ഫേസിലാണ് ഇന്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡിന് സമ്മായിട്ടുള്ള മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്. ഇനി ഇവർ രണ്ടുപേരും ഔട്ട് ഓഫ് ഫേസ് ആണ് ഇന്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ 0 ആയിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. നോക്കിക്കേ, two waves of equal amplitude A and equal frequency in the same direction, equal frequency travel in the same direction in a medium having phase difference of phi, the amplitude of resultant wave is. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ വേവിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? 2a cos phi by 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ വാല്യൂ ഏത് വാല്യൂസിനിടയിലായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പൊ അവരുടെ വാല്യൂ ഈ കോസ് ഫൈയുടെ വാല്യൂ അവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 2a ആയിരിക്കും. ഇനി ഇവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് മിനിമം ആംപ്ലിറ്റ്യൂഡ് 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ബിറ്റ്വീൻ 0 to 2a ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, two sine waves having equal frequency traveling same direction in a medium, the amplitude of each wave is a and the phase difference between the two wave is 120 degree, the resultant amplitude will be. ഇവിടെ നമുക്ക് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ പറഞ്ഞേക്കുന്നത്? രണ്ട് സൈൻ വേവ്സ് അവരുടെ ഫ്രീക്വൻസി സെയിം ആണ്, അവർ ഒരേ ഡയറക്ഷനിൽ ഒരു മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ്. അവരുടെ രണ്ടുപേരുടെ ആംപ്ലിറ്റ്യൂഡ് എത്ര തന്നെയാ? എ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഫേസ് ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഫൈ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 120 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടുന്നത്. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്താ? എ ഇസ് ഈക്വൽ ടു 2a cos phi by 2 ആണ്. ആംപ്ലിറ്റ്യൂഡ് എ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2a cos 120 by 2 എന്ന് വരും. ഇസ് ഈക്വൽ ടു 2a cos 120 ആകുമ്പോൾ cos 60 വരും. cos 60 എന്ന് പറയുന്നത് എത്രയാ? 1/2 into 1/2, 2 ഉം 2 ഉം ക്യാൻസൽ ആയിപ്പോയിട്ട് നമുക്ക് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എത്രയെന്ന് കിട്ടും? എ എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ അവിടുത്തെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? എ ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ 2a cos 5/2 നമുക്ക് തന്നിരിക്കുന്ന ഫേസ് ഡിഫറൻസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. മനസ്സിലായോ? ഇനി അടുത്ത നോക്കാം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലക്ഷൻ ഓഫ് വേവ്. എന്താ മക്കളെ റിഫ്ലക്ഷൻ ഓഫ് വേവ് എന്ന് പറഞ്ഞാൽ അറിയോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ വേവ് ഒരു അൺബൗണ്ടഡ് മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. ഇനി നമ്മുടെ വേവ് ഒരു ഫിക്സഡ് ബൗണ്ടറിയിൽ പോയി ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും നോക്കാം. നമ്മുടെ വേവ് പോയി തട്ടുന്ന ഒരു റിജിഡ് ബൗണ്ടറിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു വേവ് പോവുകയാണ്, അതിന് ഇത്രയും ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, അതൊരു റിജിഡ് ബൗണ്ടറിയിൽ ഒരു ഫിക്സഡ് ബൗണ്ടറിയിലാണ് പോയി തട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ബൗണ്ടറിയിൽ മേക്ക് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടുന്ന് തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവിന് ഒരു പൈ റേഡിയൻ ഫേസ് ഡിഫറൻസ് കാണും. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ പാർട്ടിക്കിൾസ് ആ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അതിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന വേവിന് ഒരു പൈ റേഡിയൻ ഫേസ് ഡിഫറൻസ് കാണും. അതായത് അങ്ങോട്ട് പോകുന്ന വേവിന്റെ ഇക്വേഷൻ നമ്മൾ y1 of xt is equal to a sin kx minus omega t എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് തട്ടി തിരിച്ചു വരുന്ന വേവിന്റെ ഇക്വേഷൻ a sin ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ kx പ്ലസ് ഒമേഗ ടി പ്ലസ് എന്തും കൂടെ കാണും? ഒരു
ഒരു പൈ റേഡിയൻ ഫേസ് ഡിഫറൻസും കൂടെ കാണും. മനസ്സിലായോ? ഇനി നമ്മുടെ വേവ് പോയി തട്ടുന്ന ഒരു ഓപ്പൺ ബൗണ്ടറിയിലാണ്, അതായത് ഒരു റിങ്, നമ്മുടെ ഒരു ഫിക്സഡ് ഒരു തൂണിനകത്ത് എന്തെങ്കിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു റിങ്ങിനകത്താണ് നമ്മുടെ സ്ട്രിങ്ങിനെ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നോക്കി, ഇവിടുന്ന് ഒരു വേവ് അങ്ങോട്ട് പോയി തട്ടുന്ന സമയത്ത് നമ്മുടെ ബൗണ്ടറിയിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടുന്ന് തിരിച്ചു വരുന്ന വേവ് സെയിം ഫേസിലായിരിക്കും. അതായത് അങ്ങോട്ട് പോകുന്ന വേവിന്റെ ഇക്വേഷൻ y1 of xt is equal to a sin kx minus omega t ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്ന വേവിന് ഫേസ് ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ അതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയതുകൊണ്ട് y2 of xt എന്ന് പറയുന്നത് എന്ത് വരും? സോറി, ഇവിടെ y2 ആണേ. y2 of xt എന്ന് പറയുന്നത് എന്ത് വരും? a sin kx പ്ലസ് ഒമേഗ ടി ആയിരിക്കും. തിരിച്ചു വരുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി. അല്ലാതെ അവിടെ എന്തുണ്ടാകത്തില്ല? ഫേസ് ഡിഫറൻസ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അതായത് ഓപ്പൺ ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമ്മളൊരു തൂണിനകത്ത് ഒരു റിങ്ങിനകത്തൂടെയാണ് നമ്മുടെ സ്ട്രിങ്ങിനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ട്രിങ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ റിങ് കൂടെ ചേർന്ന് ആ തൂണിൽ എന്ത് ചെയ്യും? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് തിരിച്ച് അത് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ അവിടെ ഫേസ് ഡിഫറൻസ് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. മനസ്സിലായോ? ഇതാണ് റിഫ്ലക്ഷൻ ഓഫ് വേവിന്റെ കേസ്. ഇത് വെച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ, when a wave is reflected normally from a rigid boundary, the reflected wave suffers a phase change of, നമ്മൾ പറഞ്ഞു ഒരു ഫിക്സഡ് ബൗണ്ടറിയിലാണ് നമ്മുടെ വേവ് പോയി തട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് തട്ടി തിരിച്ചു വരുന്ന വേവിന് എന്ത് കാണും? ഒരു പൈ റേഡിയൻ ഫേസ് ഡിഫറൻസ് കാണും. അപ്പൊ ഓപ്ഷൻ എന്ത് വരും? സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, എക്കോ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് അമംഗ് ദ ഗിവൺ ഫിനോമിനൻ ദാറ്റ് സൗണ്ട് വേവ് ഫോളോസ്. എക്കോ എങ്ങനെയാ? സൗണ്ട് ഒരു ഫിക്സഡ് ബൗണ്ടറിയിൽ അല്ലെങ്കിൽ ഒരു റിജിഡ് ബൗണ്ടറിയിൽ പോയി തട്ടി തിരിച്ചു വരുന്ന ആ റിഫ്ലക്ഷൻ ഫിനോമിനൻ കാരണമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്കോ ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിഫ്ലക്ഷൻ, സൗണ്ടിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ കാരണമാണ്. ഇനി അടുത്തെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡിങ് വേവ്സ്. നമ്മൾ ഫസ്റ്റ് എന്തിനെ പറ്റിയാ പഠിച്ചത്? ആ ഒരു അൺബൗണ്ടഡ് മീഡിയത്തിൽ നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, വേവിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് എ വേവ് പറഞ്ഞു. ഒരു ഫിക്സഡ് ബൗണ്ടറിയിൽ പോയി നമ്മുടെ വേവ് തട്ടി തിരിച്ചു വരുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു. ഇനി രണ്ട് ഫിക്സഡ് ബൗണ്ടറിക്കിടയിലാണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ, അങ്ങനെ രണ്ട് ഫിക്സഡ് ബൗണ്ടറിക്കിടയിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡിങ് വേവ്സ്. ഇപ്പൊ നമുക്ക് നോക്കാം എന്താ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് വെച്ചാൽ, ദ ഇന്റർഫറൻസ് ഓഫ് ടു ഐഡന്റിക്കൽ വേവ്സ് മൂവിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പ്രൊഡ്യൂസസ് സ്റ്റാൻഡിങ് വേവ്സ്. അതായത് ഇവിടുന്ന് ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു, അത് അവിടെ ചെന്ന് തട്ടി തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്നു. അങ്ങനെ രണ്ട് ഐഡന്റിക്കൽ വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡിങ് വേവ്സ്. ഇപ്പൊ ഒരു സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അങ്ങോട്ട് പോകുന്ന ഒരു വേവിനെ നമ്മൾ ഒരു ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഒരു വേവ്, അവിടെ നിന്ന് തിരിച്ചു വരുന്ന വേവ് എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഇനി ഇവർ രണ്ടുപേരുടെ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ പഠിച്ചു. രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ അവരുടെ റിസൾട്ടന്റ് വേവിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇൻഡിവിജ്വൽ വേവ്സിന്റെ ഡിസ്പ്ലേസ്മെന്റുകൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സം എടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്തായിരുന്നു? എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. രണ്ടാമത്തെ വേവിന്റെ ഇക്വേഷൻ എന്താ? എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഇനി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ ചെയ്തോണം തന്നെ ഇവിടെ സൈൻ എ പ്ലസ് സൈൻ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ഓഫ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ പ്ലസ് ബി ബൈ 2. ഇത് വെച്ച് നമ്മൾ ഇവിടെയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? നമ്മുടെ റിസൾട്ടന്റ് വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ കിട്ടും. എന്താ അത്? y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു 2a സൈൻ കെ എക്സ് കോസ് ഒമേഗ ടി. നോക്കിക്കേടാ, നമ്മൾ പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ എഴുതിയപ്പോ എങ്ങനെയായിരുന്നു നമുക്ക് ഇക്വേഷൻ കിട്ടിയത്? y ഇസ് ഈക്വൽ ടു a സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി അല്ലെങ്കിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു പ്രോഗ്രസീവ് വേവ് ആണ് നമ്മുടെ തന്നിരിക്കുന്ന വേവിന്റെ ഇക്വേഷൻ കണ്ടിട്ട് അതൊരു പ്രോഗ്രസീവ് വേവ് ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നെങ്കിൽ കെ എക്സ് പ്ലസ് ഒമേഗ ടി അല്ലെങ്കിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നൊരു ടേം ഉണ്ടായിരിക്കണം. നോക്കിക്കേ, ഇവിടുത്തെ വേവിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ടോ? കെ എക്സ് ഉണ്ട്, ഒമേഗ ടി ഉണ്ട്. പക്ഷെ കെ എക്സ് പ്ലസ് ഒമേഗ ടി എന്നോ അല്ലെങ്കിൽ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നൊരു ടൈം ഇക്വേഷനകത്തുണ്ടോ? ഇല്ല. അതായത് നമ്മുടെ ഈ വേവ് എന്തൊരു വേവ്? സ്റ്റാൻഡിങ് വേവ് ആണ്, പ്രോഗ്രസീവ് വേവ് അല്ല. അതെന്തൊരു വേവ് ആണ്? സ്റ്റാൻഡിങ് വേവ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ രണ്ട് ഐഡന്റിക്കൽ വേവ്സ് ഒരു ഫിക്സഡ് ബൗണ്ടറി, രണ്ട് ഫിക്സഡ് ബൗണ്ടറിക്കിടയിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്റ്റാൻഡിങ് വേവിന്റെ ഇക്വേഷൻ എന്തെന്ന് കിട്ടി? y ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു 2a സൈൻ കെ എക്സ് ഇൻറ്റു കോസ് ഒമേഗ ടി. ഇവിടുത്തെ നമ്മുടെ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടേം 2a സൈൻ കെ എക്സ് ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്?
റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. ഇനി നമ്മളൊരു സ്റ്റാൻഡിംഗ് വേവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് മിനിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷനും കാണും, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷനും കാണും. ഈ മിനിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷനെ നമ്മൾ എന്തെന്ന് പറയും? നോഡ് എന്ന് പറയും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷനെ നമ്മൾ എന്തെന്ന് പറയും? ആന്റി നോഡ് എന്ന് പറയും. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് ഈ നോഡ് കിട്ടുന്നത്, എവിടെയൊക്കെയാണ് ഈ ആന്റി നോഡ് കിട്ടുന്നത് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ മിനിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷനെ നമ്മൾ അല്ലെങ്കിൽ സീറോ ആംപ്ലിറ്റ്യൂഡ് പൊസിഷനെ നമ്മൾ നോഡ് എന്നും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷനെ ആന്റി നോഡ് എന്നും പറയും. ഇനി നമുക്ക് ആ ആന്റി നോഡും നോഡും എവിടെയാ കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് ഒരു സ്റ്റാൻഡിംഗ് വേവിന്റെ കേസിൽ അതിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്താ കിട്ടിയത്? 2a sin kx ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ മിനിമം ആവണം അല്ലെങ്കിൽ സീറോ ആവണം. അതായത് 2a sin kx എന്ന് പറയുന്നത് എന്താവണം? സീറോ ആവണം. അപ്പൊ സൈന്റെ വാല്യൂ സീറോ ആണ്. സൈന്റെ വാല്യൂ സീറോ ആവുന്ന എപ്പോഴാ? n പൈ വാല്യൂസിനാണ് സൈന്റെ വാല്യൂ എന്താവുന്നത്? സീറോ ആവുന്നത്. ഇനി നമുക്ക് n is equal to 0, 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. k യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 2π by lambda. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2π by lambda into x is equal to n പൈ. അവിടെ നമ്മൾ x എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? x is equal to n പൈ into lambda by 2π എന്ന് വരും. പൈയും പൈയും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? x is equal to n lambda by 2 എന്ന് ഇക്വേഷൻ കിട്ടും. ഇനി ഈ n ന് 0, 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് x is equal to 0, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 1 into lambda by 2, x is equal to lambda by 2, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2 into lambda by 2 അല്ലെങ്കിൽ lambda എന്ന് കിട്ടും. ഇനി അടുത്ത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 3 lambda by 2. ഇങ്ങനെ നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ പൊസിഷൻ കിട്ടും. ഈ പൊസിഷൻസിലെല്ലാം നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നോഡ് ആയിരിക്കും. അതായത് നമ്മുടെ ഈ ഇക്വേഷൻ നമ്മളൊരു വേവ്, ഒരു രണ്ട് ഫിക്സഡ് ബൗണ്ടറിക്ക് ഇടയിലുള്ള ഒരു വേവ്, സ്റ്റാൻഡിംഗ് വേവ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 0-യില്, പിന്നെ അടുത്ത് എവിടെ? lambda by 2-ല്, 2 lambda by 2-ല്, 3 lambda by 2-ലെല്ലാം നമുക്ക് കിട്ടുന്ന ആരെയായിരിക്കും? നോഡായിരിക്കും. ഈ പൊസിഷൻസിലെല്ലാം നമുക്ക് കിട്ടുന്നത് നോഡായിരിക്കും. ഇനി ആന്റി നോഡ് എവിടേക്കാ കിട്ടുന്നത് നോക്കാം. ആന്റി നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത്? ആന്റി നോഡ്സ്. അപ്പൊ നമ്മുടെ ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ എന്താ? 2a sin kx. അത് മാക്സിമം ആണ്. സൈന്റെ മാക്സിമം വില എത്ര? 1. അതായത് sin kx എന്താവണം? 1 ആവണം. അപ്പൊ സൈന്റെ വാല്യൂ 1 ആവുന്ന എവിടേക്ക്? n+1/2 പൈ വാല്യൂസിനാണ് സൈന്റെ വാല്യൂ എന്താവുന്നത്? 1 ആവുന്നത്. അപ്പൊ നമുക്ക് kx-നെ എന്തിന് ഇക്വേറ്റ് ചെയ്യാം? n+1/2 പൈക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇനി നും കെക്കുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കെന്റെ വാല്യൂ നമ്മളിവിടെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 2π by lambda സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ എക്സിനുള്ള ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ n+1/2. നോക്കിയേ, 2π by lambda into x is equal to n+1/2 പൈ എന്ന് കിട്ടും. അവിടെ നമ്മൾ എക്സിനുള്ള ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ n+1/2 പൈ into lambda by 2π എന്ന് വരും. പൈയും പൈയും ക്യാൻസൽ ആയിപ്പോയിട്ട് നമുക്ക് എന്തെന്ന് കിട്ടും? n+1/2 lambda by 2 എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് എന്നിന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് x is equal to lambda by 4, 3 lambda by 4, 5 lambda by 4 ഈ പൊസിഷൻസിലൊക്കെ ആയിരിക്കും എന്ത് കിട്ടുന്നത്? ആന്റി നോഡ്സ് കിട്ടുന്നത്. അതായത് നമ്മൾ ഒരു സ്റ്റാൻഡിംഗ് വേവ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാ? 0-യില്, lambda by 2-ല്, lambda-യില്, 3 lambda by 2-ലൊക്കെ ആയിരുന്നു ആരെ കിട്ടിയിരുന്നത്? ആന്റി നോഡിനെ കിട്ടിയിരുന്നത്. ഇവിടെയൊക്കെയായിരുന്നു നമുക്ക് ആന്റി നോഡിനെ കിട്ടിയിരുന്നത്. നോഡിനെ കിട്ടിയിരുന്നത്. ഇനി അടുത്ത ആന്റി നോഡിനെ കിട്ടുന്ന എവിടെയൊക്കെയാ? ആന്റി നോഡിനെ കിട്ടുന്ന എവിടെയൊക്കെ നമ്മളിപ്പോ പറഞ്ഞു? lambda by 4-ല്, പിന്നെ എവിടെയാ? 3 lambda by 4-ല്, 3 lambda by 4-ല്, 5 lambda by 4-ലൊക്കെ ആയിരിക്കും നമുക്ക് ആരെ കിട്ടുന്നത്? ആന്റി നോഡിനെ കിട്ടുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ നോഡ് എന്ന് പറഞ്ഞാൽ മിനിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷൻ അല്ലെങ്കിൽ സീറോ ആംപ്ലിറ്റ്യൂഡ് പൊസിഷൻ ആണ്. ഒരു സ്റ്റാൻഡിംഗ് വേവിലെ സീറോ ആംപ്ലിറ്റ്യൂഡ് പൊസിഷനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷനെ ആന്റി നോഡ് എന്ന് പറയുന്നു. ഇനി നോഡ് കിട്ടുന്ന എവിടേക്കാ? lambda 0, lambda by 2, 2 lambda by 2, 3 lambda by 2 പൊസിഷൻസിലാണ് നമുക്ക് ആരെ കിട്ടുന്നത്? നോഡിനെ കിട്ടുന്നത്. ഇനി lambda by 4, 3 lambda by 4, 5 lambda by 4 ആ പൊസിഷൻസിലൊക്കെ നമുക്ക് ആരെയായിരിക്കും കിട്ടുന്നത്? ആന്റി നോഡിനെ ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു സ്റ്റാൻഡിംഗ് വേവ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്റ്റാൻഡിംഗ് വേവ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡിംഗ് വേവ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം എന്തായിരിക്കും? നോഡായിരിക്കും. നമ്മുടെ സീറോ ആംപ്ലിറ്റ്യൂഡ് പൊസിഷൻ എല്ലാം നോഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് പൊസിഷൻ എല്ലാം എന്താ? ആന്റി നോഡാണ്. ഇനി നോക്കിക്കേ, ഈ ഒരു ഡിസ്റ്റൻസ്, ഒരു കംപ്ലീറ്റ് വേവിന്റെ ഡിസ്റ്റൻസ് ഇതെന്താ? ലാംഡയാണ്. രണ്ട് നോഡുകൾക്കിടയിലുള്ള ദൂരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാ? ഈ ലാംഡയുടെ പകുതിയല്ലേ. ഇപ്പൊ രണ്ട് നോഡുകൾക്കിടയിലുള്ള ദൂരം എന്തായിരിക്കും? lambda by 2 ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ രണ്ട് ആന്റി നോഡുകൾക്കിടയിലുള്ള ദൂരം എടുത്താലും അത് എത്രയായിരിക്കും? lambda by 2 ആയിരിക്കും. ഇപ്പൊ രണ്ട് നോഡുകൾക്കിടയിലും രണ്ട് ആന്റി നോഡുകൾക്കിടയിലുള്ള ദൂരം എത്രയാ? lambda by 2 ആ. ഇനി ഒരു നോഡും ആന്റി നോഡും തമ്മിലുള്ള ദൂരം നോക്കാം. ഇതാണ് ഒരു നോഡ്, ഇതാണ് ഒരു ആന്റി നോഡ്. ഈ ഡിസ്റ്റൻസ് ഇത്രയും lambda by 2 ആ. അതിന്റെയും പകുതിയാണ്
ദൂരമാണ് എന്തെന്ന് പറയുന്നത്, ഒരു നോഡും ആന്റിനോഡും തമ്മിലുള്ള ദൂരം. അപ്പൊ അത് എത്ര എന്ന് വരും, λ/4 എന്ന് വരും. അതായത് രണ്ട് നോഡുകൾക്ക് അല്ലെങ്കിൽ രണ്ട് ആന്റിനോഡുകൾക്ക് ഇടയിലുള്ള ദൂരം λ/2 ആണ്. ഒരു നോഡിനും ഒരു ആന്റിനോഡിനും ഇടയിലുള്ള ദൂരം എത്രയാണ്, λ/4 ആണ്. ഇനി അടുത്താണ് സ്റ്റാൻഡിംഗ് വേവ്സിന്റെ സ്ട്രെച്ചഡ് സ്ട്രിങ്. ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിനകത്തുള്ള സ്റ്റാൻഡിംഗ് വേവ്സിന്റെ മോഡ് ഓഫ് വൈബ്രേഷൻ നമ്മൾ നോക്കാനായിട്ട് പോവാം. അപ്പൊ ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാ, L ആണ്. നോക്കിയാൽ നമ്മുടെ ഫിക്സഡ് എൻഡുകൾക്കിടയിൽ എപ്പോഴും ഫോം ചെയ്യുന്നത് നോഡായിരിക്കും. ഓപ്പൺ എൻഡിൽ എപ്പോഴും ഫോം ചെയ്യുന്നത്, ഫിക്സഡ് എൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ്ഡ് എൻഡിൽ എപ്പോഴും ഫോം ചെയ്യുന്നത് ആരായിരിക്കും, നോഡായിരിക്കും. ഓപ്പൺ എൻഡിൽ എപ്പോഴും ആരായിരിക്കും, ആന്റി നോഡായിരിക്കും. ഓപ്പൺ എൻഡിൽ എപ്പോഴും ആന്റി നോഡായിരിക്കും. അപ്പൊ നമ്മളിവിടെ ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലെങ്ത് L ആണ്. അപ്പൊ രണ്ട് ഈ ഫിക്സഡ് ബൗണ്ടറിക്ക് ഇടയിൽ എന്തായിരിക്കും, നോഡായിരിക്കും. ഇനി നമ്മുടെ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കാം. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനകത്ത് ഈ ലെങ്ത് L ആണ്. ഇവിടെ നോക്കിയേ, രണ്ട് നോഡുകളല്ലേ, രണ്ട് നോഡുകൾക്കിടയിലുള്ള ലെങ്ത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് എത്രയാ, λ/2. അപ്പൊ നമുക്ക് ഈ L നെ എന്തിന് ഈക്വൽ ആക്കി എടുക്കാം, λ/2 ഈക്വൽ ആക്കി എടുക്കാം. അപ്പൊ λ1 എന്ന് പറയാൻ നമുക്ക് എത്ര കിട്ടും, 2L എന്ന് കിട്ടും. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷനിൽ ന്യൂ ഇസ് ഈക്വൽ ടു എന്താ, v/λ. അപ്പൊ അവിടെ നമുക്ക് ν1 ഇസ് ഈക്വൽ ടു v/λ1 എന്ന് എഴുതിക്കൂടെ. അപ്പൊ ν1 ഇസ് ഈക്വൽ ടു v/λ1 ന്റെ വാല്യൂ എത്രയാ, 2L. അപ്പൊ നമുക്ക് ν1 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി, v/2L. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത്. ν1 ഇസ് ഈക്വൽ ടു v/2L എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഇനി നമ്മളൊരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലെ വെലോസിറ്റികൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ, √T/μ. ആ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂവിന്റെ വാല്യൂ എന്തെന്ന് കിട്ടും, ന്യൂ ഇസ് ഈക്വൽ ടു 1/2L into √T/μ. ഇനി അടുത്ത നമുക്ക് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കാം. നോക്കിയേ, സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കിക്കേ. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് L തന്നെ ഇവിടെ ഒരു നോഡ്, അടുത്തൊരു നോഡ്, അടുത്തൊരു നോഡ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/2 ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/2 ആണ്. അപ്പൊ നമ്മുടെ ടോട്ടൽ L എന്ന് പറയുന്നത് എന്തായിരിക്കും, L is equal to λ/2 പ്ലസ് λ/2 നമുക്ക് എത്ര കിട്ടും, 2λ/2 എന്ന് കിട്ടും. അവിടെ നമുക്ക് λ2 is equal to എങ്ങനെ എഴുതാം, 2L/2. ഇപ്പൊ സെക്കൻഡ് മോഡ് ഓഫ് ഫ്രീക്വൻസി ν2 കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെന്ന് വരും, v/λ2. അതായത് v/2L/2 എന്ന് വരും. അപ്പൊ നമുക്ക് v ഇൻറ്റു അല്ലെങ്കിൽ v/2L ഇൻറ്റു എന്തെന്ന് വരും, 2. ഈ v/2L എന്ന് പറയുന്ന ആരാ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ഹാർമോണിക് ആണ്. v/2L എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ആണ്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, 2ν1 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയാറുണ്ട്. ഇതിനെ നമ്മൾ സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയും. ഇനി അടുത്ത നമ്മുടെ തേർഡ് ഹാർമോണിക്സ് നോക്കാം. തേർഡ് ഹാർമോണിക്സ് നോക്കിക്കേ, ഇതിനകത്ത് നോക്കിക്കേ. തേർഡ് ഹാർമോണിക് ആകുമ്പോൾ ഇവിടെ ഒരു നോഡ്, ഇവിടെ ഒരു നോഡ്, ഇവിടെ അടുത്ത നോഡ്, ഇവിടെ അടുത്ത നോഡ്. ഈ ഡിസ്റ്റൻസ് λ/2, ഈ ഡിസ്റ്റൻസ് λ/2, ഈ ഡിസ്റ്റൻസ് λ/2. അപ്പൊ നമ്മുടെ ടോട്ടൽ L എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, 3λ/2 ഈക്വൽ ആയിരിക്കും. λ3 is equal to നമുക്ക് എന്തെന്ന് കിട്ടും, 2L/3 എന്ന് കിട്ടും. അവിടുന്ന് ν3യുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ന്യൂ ഇസ് ഈക്വൽ ടു v/λ ആണ്. അവിടുന്ന് ν3 ഇസ് ഈക്വൽ ടു v/λ3 എന്ന് കിട്ടും. അപ്പൊ v/λ3യുടെ വാല്യൂ എത്രയാ, 2L/3. 2L/3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 3 into v/2L എന്ന് കിട്ടും. ഈ v/2L എന്ന് പറയുന്നത് ആരാ, നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ആണ്. അപ്പൊ നമുക്ക് 3ν1 എന്ന് കിട്ടും. ഈ 3ν1നെ നമ്മള് തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ എന്ന് പറയാറുണ്ട്. തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ, തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ. അപ്പൊ നമ്മൾ നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും സെക്കൻഡ് ഹാർമോണിക്കും തേർഡ് ഹാർമോണിക്കും തമ്മിലുള്ള റേഷ്യോ ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടും, 1:2:3 എന്ന് കിട്ടും. 1:2:3 എന്ന് കിട്ടും. നമ്മുടെ ഫസ്റ്റ് ഹാർമോണിക് സെക്കൻഡ് ഹാർമോണിക്കും തേർഡ് ഹാർമോണിക്കും തമ്മിലുള്ള റേഷ്യോ എന്തെന്ന് കിട്ടും, 1:2:3 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അടുത്തടുത്തുള്ള രണ്ട് ഫ്രീക്വൻസീസിന്റെ, രണ്ട് മോഡ് ഓഫ് വൈബ്രേഷന്റെ ഫ്രീക്വൻസീസിന്റെ ഡിഫറൻസ് എടുത്താൽ നോക്കി, ν1:2ν1:3ν1 എന്നാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇവരുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, രണ്ട് അടുത്തടുത്തുള്ള ആൾക്കാരുടെ ഫ്രീക്വൻസീസിന്റെ മോഡ് ഓഫ് ഫ്രീക്വൻസീസിന്റെ ഡിഫറൻസ് എടുത്താൽ 3ν1 - 2ν1 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, ν1. അതായത് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, എ സ്ട്രിങ് ഈസ് clamped at both ends and it is vibrating in its fourth harmonic. The equation of the stationary wave is y is equal to 0.3
into 0.157x into cos 200 pi t. The length of the string is, നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് ഫിക്സഡ് എൻഡുകൾക്കിടയിൽ ഒരു സ്ട്രിങ്ങിനെ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഏത് ഹാർമോണിക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഫോർത്ത് ഹാർമോണിക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ന്യൂ 4ന്റെ വാല്യൂ എഴുതാം, ഫോർത്ത് ഹാർമോണിക്സിന്റെ വാല്യൂ എഴുതാം. നമ്മൾ പഠിച്ചു ന്യൂ 1 ഈസ് ടു ന്യൂ 2 ഈസ് ടു ന്യൂ 3 റേഷ്യോ എങ്ങനെയായിരിക്കും? 1:2:3:4 ഈ റേഷ്യോയിലായിരിക്കും നമ്മുടെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിനകത്തുള്ള ഹാർമോണിക്സിന്റെ ഫ്രീക്വൻസിയുടെ റേഷ്യോ വരുന്നത്. അപ്പൊ നമ്മുടെ ഫോർത്ത് ഹാർമോണിക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ന്യൂ 1 ഈക്വൽ ആയിരിക്കും. അപ്പൊ ഫോർത്ത് ഹാർമോണിക് ന്യൂ 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 4 × ന്യൂ 1 ഈക്വൽ ആയിരിക്കും. ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലെ നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ 1ന്റെ ഇക്വേഷൻ എന്തായിരുന്നു? V/2L ആണ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ന്യൂ 4 = 4 × V/2L എന്ന് വരും. നമുക്ക് ഈ എല്ലിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ സ്ട്രിങ്ങിന്റെ ലെങ്തിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ L = എങ്ങനെ വരും? 4V/2 ന്യൂ 4 എന്ന് വരും. 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എങ്ങനെ വരും? 2V/ന്യൂ 4 എന്ന് വരും. നമുക്ക് V യുടെ വാല്യൂ വേണ്ടേ? നമ്മൾ V = ω/k എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ V യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് വരും? 2 × ω/k × 1/ന്യൂ 4. ഇനി നമുക്ക് ന്യൂവിന്റെ വാല്യൂ വേണം. ന്യൂവിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, ω = എന്താ? 2π/t. അതായത് ω = 2π ന്യൂ എന്ന് നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ ന്യൂ = എന്തെന്ന് കിട്ടും? ω/2π. അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? 2 × ω/k × 1/ ന്യൂവിന്റെ വാല്യൂ എന്താ? ω/2π. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെ പോകും? ഈ 2π അങ്ങ് മുകളിൽ പോകും. അപ്പൊ 2π/ω എന്ന് വരും. അതായത് ഒമേഗയും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് എന്തെന്ന് കിട്ടും? 4π/k എന്ന് കിട്ടും. 4π/k. നോക്കിയേ, അപ്പൊ നമ്മുടെ ലെങ്തിന്റെ എല്ലിന്റെ വാല്യൂ എന്താ? 4π/k = 4 × π യുടെ വാല്യൂ 3.14 കൊടുക്കാം. k യുടെ വാല്യൂ നോക്കിയാൽ നമുക്ക് വേവിന്റെ ഇക്വേഷൻ, ആ സ്ട്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷനകത്ത് നമ്മുടെ എക്സിന്റെ കോഎഫിഷ്യന്റ് വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? k എന്ന് പറയുന്നത്. അപ്പൊ k ന് പകരം എന്തെന്ന് കൊടുക്കാം? നമുക്ക് 0.157 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന് നമുക്ക് 4 × 3.14 × 1.57 × 10⁻⁻1 എന്ന് എഴുതിക്കൂടെ? നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി വെക്കുക. 1.57 × 10⁻⁻1. ഓക്കെ, 4 × 3.14/1.57 × 10⁻⁻1. ഇനി ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഇരട്ടിയാണ്. അപ്പൊ ഇതിനെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. 8/10⁻⁻1 അല്ലെങ്കിൽ 80 മീറ്റർ എന്ന് കിട്ടും. 80 മീറ്റർ. ഓക്കെ, നമ്മുടെ സ്ട്രിങ്ങിന്റെ ലെങ്തിന്റെ വാല്യൂ കിട്ടിയില്ലേ? 80 മീറ്റർ. ഇനി അടുത്താണ് വൈബ്രേഷൻസ് ഇൻ ആൻ എയർ കോളം. നമ്മളിപ്പോ ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഓരോ മോഡ്സ് ഓഫ് വൈബ്രേഷന്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചു. ഇനി അടുത്താണ് ഒരു എയർ കോളത്തിലുള്ള വൈബ്രേഷൻ. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഒരു ക്ലോസ്ഡ് പൈപ്പിലുള്ള മോഡ്സ് ഓഫ് വൈബ്രേഷൻ. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു എൻഡ് ക്ലോസ്ഡ് ആയിരിക്കും, ഒരു എൻഡ് ഓപ്പൺ ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞില്ലേ, ഒരു ക്ലോസ്ഡ് എൻഡിൽ എപ്പോഴും ഫോം ചെയ്യുന്ന ആരായിരിക്കും? നോഡ് ആയിരിക്കും. ഒരു ഓപ്പൺ എൻഡിൽ എപ്പോഴും ഫോം ചെയ്യുന്ന എന്തായിരിക്കും? ആന്റി നോഡ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ക്ലോസ്ഡ് പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്ന L ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് L എന്ന് പറയുന്ന ആർക്ക് ഈക്വൽ ആയിരിക്കും? നോക്കി, ഇവിടെ ഒരു നോഡ്, ഇവിടെ ഒരു ആന്റി നോഡ്. നോഡിനും ആന്റി നോഡിനും ഇടയിലുള്ള ലെങ്ത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞേ? അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? λ/4. അപ്പൊ നമുക്ക് L = λ/4 എന്ന് എഴുതാം. അവിടുന്ന് λ = എന്തെന്ന് കിട്ടും? 4L എന്ന് കിട്ടും. ഇനി ന്യൂ = V/λ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ ന്യൂ 1 = എങ്ങനെ എഴുതാം? V/λ1. അപ്പൊ V/λ1 പകരം ആരെ കൊടുക്കാം? 4L. അപ്പൊ ന്യൂ 1 = V/4L എന്ന് പറയുന്നതായിരിക്കും ഒരു ക്ലോസ്ഡ് പൈപ്പിലെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കാം. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആകുമ്പോൾ നോക്കിയേ, ഇവിടെ നമ്മുടെ ഓപ്പൺ എൻഡിൽ ഒരു ആന്റി നോഡ് ഉണ്ട്. ഇനി അടുത്ത ക്ലോസ്ഡ് എൻഡിൽ ഒരു നോഡ് ഉണ്ട്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? ലെങ്ത് L ആണ്. നോക്കി, ഇവിടെ ഒരു ആന്റി നോഡ്, ഇവിടെ ഒരു നോഡ്, ഇവിടെ ഒരു ആന്റി നോഡ്, ഇവിടെ ഒരു നോഡ്. ഒരു ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു? λ/4 ആയിരുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസ് λ/4, ഈ ഡിസ്റ്റൻസ് എത്രയാ? λ/4. അപ്പൊ ടോട്ടൽ നമ്മുടെ ഈ ലെങ്ത് L എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ലെങ്ത് L = 3λ/4 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ λ2 നമുക്ക് എത്ര കിട്ടും? 4L/3. അവിടെ നമുക്ക് ന്യൂ2ന്റെ വാല്യൂ എഴുതിക്കൂടെ? ന്യൂ = V/λ. അപ്പൊ ന്യൂ2 = V/λ2. അപ്പൊ V/λ2ന്റെ വാല്യൂ എത്രയാ? 4L/3. ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെ വരും? 3V/4L. ഈ V/4L എന്ന് പറയുന്ന ആരാ മക്കളെ? നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് ഹാർമോണിക് അല്ലായിരുന്നോ?
നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലേ ന്യൂ1 ഇസ് ഈക്വൽ ടു v/4l. അപ്പം ഈ v/4l എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കൊടുക്കാം, നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ1. അപ്പൊ നമ്മുടെ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷന്റെ റേഷ്യോ അല്ലെങ്കിൽ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷന്റെ ഫ്രീക്വൻസി എന്തിന് ഈക്വൽ എന്ന് കിട്ടും, 3 × ന്യൂ1. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓവർടോൺ അല്ലെങ്കിൽ തേർഡ് ഹാർമോണിക് എന്ന് പറയും. ഇനി അടുത്ത തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കാം. തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കിക്കേ, ഇവിടെ നമ്മുടെ നോഡാണ്, ക്ലോസ്ഡ് എൻഡിലെ നോഡ്, ഇവിടെ ആന്റി നോഡ്. ഇനി നോക്കിയേ, ഇവിടെ ഒരു ആന്റി നോഡ്, നോഡ്, അടുത്തൊരു ആന്റി നോഡ്, നോഡ്, ആന്റി നോഡ്, നോഡ്. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്, നോഡിനും ആന്റി നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് λ/4. ഈ ഡിസ്റ്റൻസ് λ/4, ഈ ഡിസ്റ്റൻസ് λ/4, ഈ ഡിസ്റ്റൻസ് λ/4. വീണ്ടും അടുത്ത ഈ ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ, λ/4. ടോട്ടൽ അപ്പൊ നമ്മുടെ ലെങ്ത് എൽ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ എത്ര നേട്ടം നമുക്ക് 5 λ/4 എന്ന് കിട്ടും. അതായത് നമ്മുടെ ടോട്ടൽ ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആക്കി എടുക്കാം, 5 λ/4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് λ3 ഇസ് ഈക്വൽ ടു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4l/5 എന്ന് വരും. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി ന്യൂ3 എഴുതുവാണെന്നുണ്ടെങ്കിൽ ന്യൂ3 ഇസ് ഈക്വൽ ടു v/λ3. ഇപ്പൊ v/λ3ന്റെ വാല്യൂ എത്രയാ, 4l/5. അപ്പൊ ഇത് നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, 5 × v/4l. ഈ v/4l എന്ന് പറയുന്നത് ആരാ, നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ആണ്. അപ്പൊ നമുക്ക് 5 ന്യൂ1 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ സെക്കൻഡ് ഓവർടോൺ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയും. ഇതിനെ നമ്മൾ സെക്കൻഡ് ഓവർടോൺ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയും. ഇവിടെ നമ്മൾ നമ്മുടെ ഓരോ മോഡ് ഓഫ് വൈബ്രേഷന്റെയും ഫ്രീക്വൻസിയുടെ റേഷ്യോ എടുത്താൽ എങ്ങനെ വരും, 1:3:5 എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അതായത് ഇവിടെ ആര് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, ഒരു ക്ലോസ്ഡ് പൈപ്പിൽ ഓഡ് ഹാർമോണിക്സ് മാത്രമേ കാണത്തുള്ളൂ. ക്ലോസ്ഡ് പൈപ്പിനകത്ത് ഓഡ് ഹാർമോണിക്സ് മാത്രമേ കാണത്തുള്ളൂ. ഈവൻ ഹാർമോണിക്സ് ആബ്സെന്റ് ആയിരിക്കും. ഒരു ക്ലോസ്ഡ് പൈപ്പാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈവൻ ഹാർമോണിക്സ് ആബ്സെന്റ് ആയിരിക്കും. ആര് മാത്രമേ കാണത്തുള്ളൂ, ഓഡ് ഹാർമോണിക്സ് മാത്രമേ കാണത്തുള്ളൂ. ഇനി ഇവിടെ നമ്മൾ നമ്മുടെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഫ്രീക്വൻസീസിന്റെ അല്ലെങ്കിൽ മോഡ് ഓഫ് വൈബ്രേഷന്റെ ഡിഫറൻസ് എടുത്ത് നോക്കിക്കുക. നമുക്ക് ന്യൂ1 3 ന്യൂ1 5 ന്യൂ1 ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്തടുത്തുള്ള ആൾക്കാരുടെ ഫ്രീക്വൻസീസിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, 2 ന്യൂ1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, 5 ന്യൂ1 മൈനസ് 3 ന്യൂ1 ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, 2 ന്യൂ1. അതായത് നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻറ്റു 2 അതിന്റെ വാല്യൂ ആയിരിക്കും നമുക്ക് തൊട്ടടുത്തടുത്തുള്ള രണ്ട് ഫ്രീക്വൻസീസിന്റെ ഡിഫറൻസ് എടുത്താൽ കിട്ടുന്നത്. ഇവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ക്ലോസ്ഡ് പൈപ്പിനെ നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് പൈപ്പിന്റെ കേസ്. ഇനി അടുത്തയാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പൺ പൈപ്പ്. ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് എൻഡും എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഇവിടുത്തെ മോഡ് ഓഫ് വൈബ്രേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയാൽ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കാം. ഇവിടെ ഓപ്പൺ എൻഡിൽ എപ്പോഴും ആരായിരിക്കും, ആന്റി നോഡ് ആയിരിക്കും. ഓപ്പൺ എൻഡിൽ എപ്പോഴും ആന്റി നോഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ആന്റി നോഡ്, ഇവിടെ ഒരു നോഡ്. അപ്പൊ ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ, λ/4. അടുത്ത വീണ്ടും ഒരു നോഡ്, ആന്റി നോഡ്. അപ്പൊ λ/4 നമുക്ക് 2 λ/4 അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം, λ/2. അപ്പൊ നമ്മുടെ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എല്ലാം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, λ/2 ഈക്വൽ ആയിരിക്കും. നമുക്ക് λ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 2l എന്ന് കിട്ടി. ന്യൂ1 നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ന്യൂ1 എന്ന് പറയുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു v/λ എന്നുള്ള ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ v/λ1, അതായത് v/λ1ന്റെ വാല്യൂ എത്രയാ, 2l. അപ്പൊ v/2l എന്ന് കിട്ടും. അപ്പൊ ഓപ്പൺ പൈപ്പിന്റെ കേസിൽ നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുന്നത് എത്രയാ, v/2l. നമ്മുടെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ അതേ കേസ് തന്നെയാണ് എവിടെയും വരുന്നത്, ഓപ്പൺ പൈപ്പിലും വരുന്നത്. നമുക്ക് സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കാം. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കിക്കേ, ഇവിടെ ഓപ്പൺ എൻഡിൽ എപ്പോഴും എന്തായിരിക്കും, ആന്റി നോഡ് ആയിരിക്കും. ആന്റി നോഡ്, നോഡ്, ആന്റി നോഡ്, നോഡ്. അപ്പൊ ആന്റി നോഡിനും നോഡിനും ഇടയിൽ λ/4 പ്ലസ് ഈ ഡിസ്റ്റൻസ് λ/4. വീണ്ടും ആന്റി നോഡ് നോഡും λ/4. വീണ്ടും നോഡും ആന്റി നോഡും λ/4. അപ്പൊ ഇത് എത്ര വരും, 4 λ/4. എത്രയായിരിക്കും, 4 λ/4 അല്ലെന്നുണ്ടെങ്കിൽ 2 λ/2 എന്ന് എഴുതാം. 4 λ/4 അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 2 λ/2 എന്ന് എഴുതാം. 2 λ/2 സീക്വൽ ടു, നമ്മൾ ഇതിനെ ക്യാൻസൽ ചെയ്ത് എഴുതാതെ നമുക്ക് ഇത് തിരിച്ചറിയാനുള്ള, പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ടേംസിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ലാംഡ എന്ന് വേണമെങ്കിലും കൊടുക്കാം. 2 λ/2 എന്ന് പറയുമ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 2l/2. അപ്പൊ നമ്മൾ സെക്കൻഡ് ഫ്രീക്വൻസി ന്യൂ2 കണ്ടുപിടിക്കുകയാണെങ്കിൽ v/λ2 ഇസ് ഈക്വൽ ടു v/2l/2. അവിടെ നമ്മൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2v/2l എന്ന് വരും. അപ്പൊ ഈ v/2l ഇത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാതിട്ട്. അപ്പൊ v/2l എന്ന് കിട്ടും. ഈ v/2l എന്ന് പറയുന്നത് ആരായിരുന്നു, നമ്മുടെ ഫസ്റ്റ് ഹാർമോണിക് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. അപ്പൊ അതിന് പകരം നമുക്ക് ന്യൂ1 എന്ന് കൊടുക്കാം. അപ്പൊ എന്തെന്ന് കിട്ടും, ന്യൂ2 ഇസ് ഈക്വൽ ടു 2 ന്യൂ1. ഇനി അടുത്ത തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ നോക്കാം.
തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആവുമ്പം നോക്കിക്കേ, തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആവുമ്പം ഇവിടെയും നമ്മുടെ ഓപ്പൺ എൻഡുകളിൽ എപ്പോഴും ആരായിരിക്കും? ആന്റി നോഡ് ആയിരിക്കും. ഓപ്പൺ എൻഡിൽ എപ്പോഴും ആന്റി നോഡ് ആയിരിക്കും. ഇവിടെ ഒരു നോഡ്, ഇവിടെ അടുത്ത ആന്റി നോഡ്, ഇവിടെ നോഡ്, ഇവിടെ അടുത്ത ആന്റി നോഡ്, ഇവിടെ നോഡ്. ഓക്കെ, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് λ/4. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് λ/4. വീണ്ടും ഈ ആന്റി നോഡിനും നോഡിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് λ/4. നോഡും ആന്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/4. ഈ ഡിസ്റ്റൻസ് എത്രയാ? λ/4. ഈ ഡിസ്റ്റൻസ് λ/4. ടോട്ടൽ എത്ര ഉണ്ട്? 3 6 λ/4 എന്ന് വരും. 6 λ/4, 6 λ/4 അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 λ/2. അപ്പൊ L is equal to എത്ര എന്ന് കിട്ടി? 3 λ/2. അവിടുന്ന് ലാംഡ is equal to എങ്ങനെ എഴുതാം? 2L/3. ν3 is equal to V/λ3. V/λ3ക്ക് പകരം ആരെ കൊടുക്കാം? 2L/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, V/2L into 3. V/2L എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആണ്. അതേ ഇൻറ്റു 3 എന്ന് വരും. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻറ്റു 3, അതായത് 3ν1 എന്ന് വരും. ഇതിനെ നമ്മൾ തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ എന്ന് പറയും. ഇവിടെ നമുക്ക് ഓരോ മോഡ് ഓഫ് വൈബ്രേഷന്റെ ഫ്രീക്വൻസീസിന്റെ റേഷ്യോ എടുത്ത് നോക്കാം. നോക്കിക്കേ, ν1 ν2 ν3 എന്ന് പറയുന്നത് എന്താ? 1:2:3. നമ്മുടെ സ്ട്രെച്ചഡ് സ്ട്രിംഗിൽ കിട്ടിയ അതേ കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെയും നമ്മൾ രണ്ട് അടുത്തടുത്തുള്ള ആൾക്കാരുടെ ഫ്രീക്വൻസീസിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് ആരെയായിരിക്കും കിട്ടുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ആയിരിക്കും കിട്ടുന്നത്. ഇനി ഓപ്പൺ പൈപ്പിൽ നോക്കി എല്ലാ ഹാർമോണിക്സും പ്രൊഡ്യൂസ് ചെയ്യും. ഓഡ് ഹാർമോണിക്സും പ്രസന്റ് ആണ്, ഈവൻ ഹാർമോണിക്സും പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് യൂസ് ചെയ്യുന്നത്? ഓപ്പൺ പൈപ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇത്രയും കേസാണ് നമ്മുടെ എയർ കോളത്തിന്റെ കേസിൽ ഓപ്പൺ പൈപ്പും ക്ലോസ്ഡ് പൈപ്പും ആണ് വരുന്നത്. ഇനി അടുത്ത അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇൻ എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റാൻഡിംഗ് വേവ്സ് ക്യാൻ ബി ഫോം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ തന്നേക്കുന്നത്? ഇൻ എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. അതായത് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരെൻഡ് ക്ലോസ്ഡ് ആയിരിക്കും, ഒരെൻഡ് ഓപ്പൺ ആയിരിക്കും. ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പ്രസന്റ്. ഇനി ഇത് ഹാർമോണിക്സ് വിച്ച് ആർ പ്രസന്റ് ഇൻ എ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ആർ ഓഡ് ഹാർമോണിക്സ് ഓൺലി. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഒരു ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റാൻഡിംഗ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ലേ നമ്മളിപ്പോ പഠിച്ചേ ഓരോ കേസിലുള്ള സ്റ്റാൻഡിംഗ് വേവ്സിന്റെ മോഡ് ഓഫ് വൈബ്രേഷൻ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ശരിയാണ്. ഇനി സെക്കൻഡ് നോക്കിക്കേ, ഇൻ എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരെൻഡ് ക്ലോസ്ഡ് ആയിരിക്കും, അടുത്ത എൻഡ് ഓപ്പൺ ആയിരിക്കും. അവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ പഠിച്ചല്ലേ? നോക്കിക്കേ, നമ്മുടെ ഓഡ് ഹാർമോണിക്സ് ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ നമ്മൾ പറഞ്ഞില്ലേ ഓഡ് ഹാർമോണിക്സ് മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ. അപ്പൊ ആ ഓപ്ഷൻ എന്താ? ആ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാണ്. ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയാ. ഇനി മൂന്നാമത്തെ നോക്കിക്കേ, ദ ഹാർമോണിക്സ് വിച്ച് ആർ പ്രസന്റ് ഇൻ എ പൈപ്പ് ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് ആർ ഓഡ് ഹാർമോണിക്സ് ഉണ്ട്. അപ്പൊ അതായത് രണ്ട് എൻഡും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓഡ് ഹാർമോണിക്സ് മാത്രമായിരിക്കും. ശരിയാണോ അത്? അല്ല. നമ്മൾ പഠിച്ചു ഓപ്പൺ പൈപ്പ് എന്ന് പറയുമ്പോൾ അത് ആരുടെ കേസ് പോലെ തന്നെയാ? നമ്മുടെ സ്ട്രെച്ചഡ് സ്ട്രിംഗിന്റെ കേസ് പോലെ തന്നെയാ. അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് ν1:ν2:2 ν3 അങ്ങനെ 1:2 ν1:2 ν1:3 അങ്ങനെ 1:2:3 എന്നുള്ള റേഷ്യോ. അതായത് അവിടെ ഓഡ് ഹാർമോണിക്സും ഈവൻ ഹാർമോണിക്സും പ്രസന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ആണ് ശരി. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ ടു നിയറസ്റ്റ് ഹാർമോണിക്സ് ഓഫ് എ ട്യൂബ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് അതർ എൻഡ്. അതായത് നമ്മുടെ ക്ലോസ്ഡ് പൈപ്പിന്റെ കണ്ടീഷനാണ് പറയുന്നത്. ഒരെൻഡ് ക്ലോസ്ഡ് ആണ്, ഒരെൻഡ് ഓപ്പൺ ആണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് നിയറസ്റ്റ് ഹാർമോണിക്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാ? 220 ഹെഡ്സും 260 ഹെഡ്സും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ν1ന്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടുന്നത്. നമ്മൾ പഠിച്ചില്ലേ ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ അവരുടെ ഫ്രീക്വൻസീസിന്റെ റേഷ്യോ എങ്ങനെയായിരുന്നു? ν1:2 ν1:3 ν1:5 ν1:, ഇങ്ങനെ 1:3:5 റേഷ്യോയിലായിരുന്നു ഇവിടെ ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ ആണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ രണ്ട് അടുത്തടുത്തുള്ള ഹാർമോണിക്സിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ആരെയായിരുന്നു? 2ν1 ആയിരുന്നു. അപ്പൊ ഈ രണ്ട് അടുത്തടുത്തുള്ള ഫ്രീക്വൻസീസിന്റെ ഡിഫറൻസ് എടുത്താൽ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാ? 40 ഹെഡ്സ്. ഈ 40 ഹെഡ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 2ν1 ഈക്വൽ ആയിരിക്കും. നമുക്ക് വേണ്ടുന്നത് ഈ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ν1 ആണ്. അപ്പൊ ν1 is equal to 40/2 ഹെഡ്സ്. അതായത് എത്ര എന്ന് കിട്ടും? 20 ഹെഡ്സ് എന്ന് കിട്ടും. 20 ഹെഡ്സ്. ഓപ്ഷൻ ബി 20 ഹെഡ്സ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഇൻ ആൻ ഓപ്പൺ ഓർഗൻ പൈപ്പ് ഈസ് ഈക്വൽ ടു തേർഡ് ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. അപ്പൊ ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി, ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ν1 എന്ന് പറയുന്നത് എത്രയാ? V/2
2L. ഇനി ഈസ് ഈക്വൽ ടു തേർഡ് ഹാർമോണിക് ഓഫ് എ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ തേർഡ് ഹാർമോണിക്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ തേർഡ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ ന്യൂ3 ഈസ് ഈക്വൽ ടു എത്രയാ? 3V/4L. ഇപ്പം 3V/4L ഇതെന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്. V/2L എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഓപ്പൺ ഓർഗൻ പൈപ്പ് ആയതുകൊണ്ട് L1 എന്ന് കൊടുക്കുന്നു, അടുത്തത് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ആയതുകൊണ്ട് L2 എന്ന് കൊടുത്തു. അപ്പൊ V/2L1 ഇസ് ഈക്വൽ ടു 3V/4L2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് തന്നിട്ടുണ്ട്? ഇഫ് ദ ലെങ്ത് ഓഫ് ദ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് ഈസ് 20, ഈ L2ന്റെ വാല്യൂ, L2 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് ദ ഓപ്പൺ ഓർഗൻ പൈപ്പ് L1ന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടുന്നത്? കണ്ടുപിടിക്കേണ്ടുന്നത്. അപ്പൊ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്ന V/2L1 എന്ന് പറയുന്നത് 3V/4L2 ഈക്വൽ ആയിരിക്കും. അതായത് നമ്മുടെ ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിന്റെ തേർഡ് ഹാർമോണിക്കിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കേ, നമുക്ക് L1 അല്ലേ വേണ്ടുന്നത്. അപ്പൊ L1 ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? L1 ഇസ് ഈക്വൽ ടു V/2 ഇൻറ്റു L2/3V എന്ന് വരും. 3V L2ന്റെ കൂടെ ഒരു 4ഉം കൂടി ഇല്ലായിരുന്നോ? അപ്പൊ 4L2/L1 is equal to 4L2 into V/2 into 3V എന്ന് വരും. Vയും Vയും ക്യാൻസൽ ചെയ്യാം. 4/6. അപ്പൊ L1 is equal to 4/6 L2 എന്ന് കിട്ടും. അതായത് L1 is equal to 2/3 into L2 is equal to 2/3 into L2ന്റെ വാല്യൂ എത്ര മക്കളെ? 20 അല്ലേ? അപ്പൊ 2/3 into 20, അതായത് 40/3 ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പൺ ഓർഗൻ പൈപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തയാണ് എന്തെന്ന് പറയുന്നത് ബീറ്റ്സ്. എന്താണ് മക്കളെ ബീറ്റ്സ് എന്ന് വെച്ചാല് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഉള്ള സെയിം ആംപ്ലിറ്റ്യൂഡ് ഉള്ള രണ്ട് വേവ്സ് ഒരേ ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റിയിൽ ഒരു പീരിയോഡിക് വേരിയേഷൻ കാണും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബീറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഹൈലോ പാറ്റേൺ കിട്ടും. അതായത് കുറച്ചെടുത്ത് ഇന്റൻസിറ്റി കൂടുതലായിരിക്കും, കുറച്ചെടുത്ത് ഇന്റൻസിറ്റി കുറവായിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന പീരിയോഡിക് വേരിയേഷൻ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബീറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്റൻസിറ്റി കൂടിയ പോർഷനെ നമ്മൾ വാക്സിംഗ് എന്നും ഇന്റൻസിറ്റി കുറഞ്ഞ പോർഷനെ നമ്മൾ വെയിനിങ് എന്നും പറയും. അതായത് നമുക്ക് ഈ കിട്ടുന്ന ബീറ്റ് ഫ്രീക്വൻസി, അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വേവിൽ ഒരു സെക്കൻഡിൽ എത്ര വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തു അതിനെ നമ്മൾ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ന്യൂ1 ന്യൂ2 രണ്ട് വേവ് ഫ്രീക്വൻസി ഉള്ള ന്യൂ1 ഫ്രീക്വൻസി ഉള്ള ഒരു വേവും ന്യൂ2 ഫ്രീക്വൻസി ഉള്ള ഒരു വേവും കൂടാണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടന്റ് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ന്യൂ1 മൈനസ് ന്യൂ2 ആയിരിക്കും. ഇതിനകത്ത് നോക്കി ഏതാണ്ട് ഇവിടെ ഒരു ഫ്രീക്വൻസി 11 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു വേവും 9 ഹെഡ്സ് ഫ്രീക്വൻസി ഉള്ള ഒരു വേവും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് നമുക്കൊരു ബീറ്റ് പാറ്റേൺ, ഒരു ഹൈലോ പാറ്റേൺ കിട്ടിയിരിക്കുകയാണ്. ഈ കിട്ടിയിരിക്കുന്ന നമ്മുടെ വേവിന്റെ ഫ്രീക്വൻസി, റിസൾട്ടന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 11 ഹെഡ്സ് മൈനസ് 9 ഹെഡ്സ് എത്രന് ഈക്വൽ ആയിരിക്കും? 2 ഹെഡ്സിന് ഈക്വൽ ആയിരിക്കും. അതായത് നമുക്കിങ്ങനെ നിയർലി സ്ലൈറ്റ് ഫ്രീക്വൻസി, അതായത് ഫ്രീക്വൻസിയിൽ ചെറിയ വ്യത്യാസം മാത്രമുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് ഉള്ള രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇന്റൻസിറ്റിയിൽ ഒരു പീരിയോഡിക് വേരിയേഷൻ ഉണ്ടാവും. അതായത് കുറച്ച് പോർഷനിൽ ഇന്റൻസിറ്റി കൂടുതൽ, കുറച്ച് പോർഷനിൽ ഇന്റൻസിറ്റി കുറവ്, അങ്ങനെ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഇന്റൻസിറ്റി കൂടുതൽ കുറവ് എന്നുള്ളൊരു പാറ്റേൺ കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബീറ്റ്സ്. ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ന്യൂ1 മൈനസ് ന്യൂ2. അതായത് ആ രണ്ട് ഫ്രീക്വൻസി, ആ കമ്പൈൻ ചെയ്ത രണ്ട് ഫ്രീക്വൻസികളുടെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ1 മൈനസ് ന്യൂ2 ആയിരിക്കും. മനസ്സിലായോ? ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ, നമ്മുടെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ കൂടെ കണ്ട് അതിനകത്ത് നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.